ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കുന്ന ജൂറിസ്പ്രുഡൻസ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് മറ്റ് ലോ സബ്ജക്റ്റുകളെ പോലെ നമുക്ക് സെക്ഷൻസോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസോ നമ്പേഴ്സ് ഒന്നും അങ്ങനെ ഓർത്തിരിക്കേണ്ടതായിട്ടില്ല. അതിൽ ഫുൾ തിയറി പാർട്ടാണ് വരുന്നത്. കേസ് ലോസ് ഒന്നുമില്ല. ജൂറിസ്പ്രുഡൻസിൽ നമ്മൾ കൂടുതൽ ഓർത്തിരിക്കേണ്ടത് തിയറി പാർട്ടുകൾ, ഓരോ ജൂറിസ്റ്റുകൾ അവർ പറയുന്ന ഡെഫിനിഷൻസ് അല്ലെങ്കിൽ അവരുടെ കുറേ തിയറീസ്, അതിൽ എന്തൊക്കെ ലീഗൽ കോൺസെപ്റ്റുകളാണ് വരുന്നത്, അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നോളജ് ഓഫ് ലോ അല്ലെങ്കിൽ സ്കിൽ ഓഫ് ലോ എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് നിയമം, ആക്ച്വലി എന്തിനാണ് നിയമം വന്നത് അല്ലെങ്കിൽ നിയമം എന്താണ് എന്ന് ഡിറൈവ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ജൂറിസ്പ്രുഡൻസിന്റെ മീനിങ്, അതോടൊപ്പം തന്നെ അതിന്റെ ഡെഫിനിഷൻസ്, ഓരോ ജൂറിസ്റ്റുകളുടെ ഡെഫിനിഷൻസ്, ലോയെ കുറിച്ച് അവർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ അതിനുശേഷം ഇതുമായി റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്ന എന്താണ് ജൂറിസ്പ്രുഡൻസ് എന്നുള്ളതാണ്. ഇപ്പൊ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന വാക്ക് അത് ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ്, ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ദ ടേം ജൂറിസ്പ്രുഡൻസ് ഈസ് ഡിറൈവ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ജൂറിസ്പ്രുഡൻഷ്യ. ജൂറിസ്പ്രുഡൻഷ്യ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ മീനിങ് ആണ് നോളജ് ഓഫ് ലോ, നിയമത്തെക്കുറിച്ചുള്ള അറിവ്, നോളജ് ഓഫ് ലോ അല്ലെങ്കിൽ സ്കിൽ ഓഫ് ലോ എന്നൊക്കെയാണ് ജൂറിസ്പ്രുഡൻഷ്യ എന്ന വാക്കിന്റെ അർത്ഥം. അങ്ങനെയുള്ള ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് ജൂറിസ്പ്രുഡൻസ് എന്ന വാക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അത് ഓർക്കണം, ജൂറിസ്പ്രുഡൻഷ്യ എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അതൊരു ലാറ്റിൻ ടേം ആണ്, വിച്ച് മീൻസ് നോളജ് ഓഫ് ലോ. അപ്പൊ എന്താണ് ലോ അല്ലെങ്കിൽ ലോ എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു, ലോയുടെ ഡെഫിനേഷൻസ് എന്താണ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ മറ്റു പല ലോ സബ്ജക്ട്സുകളും പഠിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, തിയറി സബ്ജക്റ്റ് ആണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ജൂറിസ്പ്രുഡൻസിൽ ജൂറിസ് എന്ന് പറഞ്ഞാൽ ജൂറിസ്പ്രുഡൻഷ്യ, അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ജൂറിസ് എന്ന് പറയുന്ന ഒന്നും പ്രുഡൻഷ്യൽ എന്ന് പറയുന്ന അടുത്തായിട്ടും. അപ്പൊ ജൂറിസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ്, അതിന്റെ മീനിങ് ലോ എന്നാണ്. ജസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ജൂറിസ് എന്ന് പറയുന്ന വേർഡും ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ജസ്, ലെക്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കറിയാം ലോ എന്നാണെന്ന്. അപ്പോൾ ജസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നും ഡിറൈവ് ചെയ്തതാണ് ജൂറിസ് എന്ന് പറയുന്ന പദം. അതിന്റെ മീനിങ് ലോ എന്നാണ്. ഇനി അടുത്ത് പ്രുഡൻഷ്യ, അതിൽ പ്രുഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ നോളജ് എന്ന അർത്ഥം, അല്ലെങ്കിൽ സ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സയൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൂഡൻസ് ഉണ്ടാവുക, ഒരു ഫോർത്തോട്ട്, അതിനെയൊക്കെയാണ് നമ്മൾ പ്രുഡൻഷ്യൽ എന്ന് പറയുന്ന വേർഡും കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ അപ്പോൾ ഒറ്റ മീനിങ്ങിലേക്ക് വരുമ്പോൾ, ഒറ്റ വേർഡായിട്ട് വരുമ്പോൾ ജൂറിസ്പ്രുഡൻഷ്യ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നോളജ് ഓഫ് ലോ അല്ലെങ്കിൽ സ്കിൽ ഓഫ് ലോ എന്നാണ്. ആ ലാറ്റിൻ വേർഡിൽ നിന്നാണ് ജൂറിസ്പ്രുഡൻസ് എന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. സോ അപ്പൊ ഇതാണ് ആ വേർഡിന്റെ മീനിങ്. ജൂറിസ്പ്രുഡൻസ് ഈസ് ഈക്വൽ ടു നോളജ് ഓഫ് ലോ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്, നിയമത്തെക്കുറിച്ചുള്ള അറിവ്. സോ ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ലോ ഇൻ എ ലോജിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ മാനർ. അതായത് ലോജിക്കൽ ആയിട്ടുള്ള രീതിയിലും ഫിലോസഫിക്കൽ ആയിട്ടുള്ള രീതിയിലും നിയമത്തെക്കുറിച്ച് പഠിക്കുന്ന ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. സോ ഇതാണ് അതിന്റെ മീനിങ്. ഇനി നമ്മൾ നോക്കുന്നത് ജൂറിസ്പ്രുഡൻസ് കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം. അപ്പൊ ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ അത് പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ പേഴ്സണെ ഹെൽപ്പ് ചെയ്യും ടു അണ്ടർസ്റ്റാൻഡ് ദ ഡീപ്പർ മീനിങ് ഓഫ് ദി ലോ. അതായത് ലോയുടെ ഓരോരോ കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഓരോരോ തിയറീസ് വെച്ചും ഓരോ അനലൈസിസ് വെച്ചും കോൺസെപ്റ്റ് ഓഫ് ലോ എന്താണെന്ന് ഡീപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പേഴ്സണെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. helps the person to understand the deeper meaning of the law, and jurisprudence is an integral part of the law which is based on the theories and various analysis. ഞാൻ ഓൾറെഡി പറഞ്ഞു, ജൂറിസ്പ്രുഡൻസിന്റെ അകത്ത് തിയറീസും വേരിയസ് അനാലിസിസും ഒക്കെയാണ് നടത്തുന്നത്. ജൂറിസ്റ്റുകളുടെ, ഡിഫറെന്റ് ആയിട്ടുള്ള ജൂറിസ്റ്റുകളുടെ അവരുടെ തിയറീസ്, ഓരോരുത്തരുടെയും തിയറീസ് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. ആ തിയറീസും അവരുടെ അനാലിസിസും ഒക്കെയാണ് ജൂറിസ്പ്രുഡൻസിൽ നമ്മൾ പറയുന്നത്. അതല്ലാതെ നമുക്ക് സെക്ഷൻസ് അങ്ങനെ ഓർത്തിരിക്കേണ്ടതായിട്ട് നമ്പേഴ്സ് സെക്ഷൻസ് ഒന്നും ഇല്ല. കുറെ തിയറീസ്, അനാലിസിസ്, ആ തിയറീസ് ഒക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, അതിന് ഓരോന്നിനും പേരുകളും ഉണ്ട്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പൊ ജൂറിസ്പ്രുഡൻസ് പറയുന്നത് ഇറ്റ് ടോക്സ് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ഓഫ് മാൻ വിത്ത് അതർ സോഷ്യൽ സയൻസ്. അതായത് മറ്റു സോഷ്യൽ സയൻസും സൊസൈറ്റിയും മാനും തമ്മിലുള്ള ബന്ധം, സൊസൈറ്റിയും അതോടൊപ്പം തന്നെ ലോയും തമ്മിലുള്ള ബന്ധം, മാനും ലോയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, നേച്ചർ ആൻഡ് ലോ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതിനെപ്പറ്റിയൊക്കെയാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് സംസാരിക്കുന്നത്. ആൻഡ് ജൂറിസ്പ്രുഡൻസ് വിച്ച് ക്യാൻ ഓൾസോ ബി റിഫേർഡ് ടു ആസ് എ ലീഗൽ തിയറി എന്ന് നമുക്കതിനെ പറയാം. ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് ലീഗൽ ആയിട്ടുള്ള ഒരു തിയറി, അതൊരു തിയറിറ്റിക്കൽ സബ്ജക്റ്റ് ആണ്. സോ ലീഗൽ തിയറി എന്ന് നമുക്കതിനെ റിഫർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ജൂറിസ്പ്രുഡൻസ് വഴിയായിട്ട് നമുക്ക് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ലോ എന്താണെന്നുള്ള ഒരു ഓവർവ്യൂ നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഇത് എങ്ങനെ ഇവോൾവ് ചെയ്തു വന്നു, അല്ലെങ്കിൽ ആക്ച്വലി ലോ എന്ന് മീൻ ചെയ്യുന്നത് എന്താണ്, ആ ഡെഫിനിഷൻ, ലോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്. അപ്പോൾ പല ജൂറിസ്റ്റുകളും ലോയിനെ പല രീതിയിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അവരുടെ കോൺസെപ്റ്റിൽ ലോ എന്താണെന്ന്. അപ്പോൾ അതോടൊപ്പം തന്നെ ലോയുടെ റോൾ എന്താണ്, ഒരു സൊസൈറ്റിയിൽ ലോയ്ക്ക് എത്രത്തോളം റോൾ ഉണ്ട്,
ലോ എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും ഒക്കെയാണ്, ഇൻഡെപ്ത് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് ഈ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലൂടെ നടക്കുന്നത്. സോ ലീഗൽ ആയിട്ടുള്ള റീസണിങ്ങും ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ലീഗൽ സിസ്റ്റംസ് ഒക്കെ വഴിയായിട്ട് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഡീൽ ചെയ്യുന്നത് അതെല്ലാമാണ്. സോ അൾട്ടിമേറ്റ്ലി ദ പർപ്പസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ലോ ആണ്. ലീഗൽ കൺസെപ്റ്റുകളും അതുപോലെ തന്നെ ലീഗൽ ആയിട്ടുള്ള അനാലിസിസും ഒക്കെ വഴിയായിട്ട്, അതായത് ഇൻ കേസ് ഒരു ലീഗൽ കോംപ്ലിസിറ്റീസ് വരാതെ ലോ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ അത് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേർപ്പസ് ആണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ ലോ നമുക്ക് ഒരു രീതിയിലും ഒരു കോംപ്ലിസിറ്റീസും വരാതെ, ലീഗൽ കോംപ്ലിസിറ്റീസ് ഒന്നും വരാതെ വളരെ ഈസി ആയിട്ട് ലോ എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്താണ്, അല്ലെങ്കിൽ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഓരോരോ ഡിഫറെൻറ്റ് ലീഗൽ കോൺസെപ്റ്റുകൾ അനലൈസ് ചെയ്തുകൊണ്ട് അതിനെ പഠിക്കുന്നതാണ് jurisprudence എന്ന് പറയുന്നത്. So jurisprudence is a study of fundamental legal principles including the philosophical, historical, sociological basis and an analysis of legal concept. ഡിഫറെൻറ്റ് ലീഗൽ കോൺസെപ്റ്റുകൾ ഞാൻ പറഞ്ഞു, ഓരോ ജൂറിസ്റ്റുകളുടെ ഡിഫറെൻറ്റ് ലീഗൽ കോൺസെപ്റ്റുകൾ വെച്ചുകൊണ്ട് സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ബേസിസിലും ചില ആളുകൾ ഹിസ്റ്റോറിക്കൽ ബേസിസിലാണ്, അതോടൊപ്പം തന്നെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവിലൊക്കെ ഓരോ ലീഗൽ പ്രിൻസിപ്പിളുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിനെയാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ്സ് എ നോളജ് ഓഫ് ലോ ആണ്. ഇനി എങ്ങനെയാണ് ഈ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് വന്നത്, ഇതിന്റെ ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നോക്കിയത് എന്തായിരുന്നു ജൂറിസ്പ്രുഡൻസ്, അതുകൊണ്ടുള്ള പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ ജൂറിസ്പ്രുഡൻസിന്റെ മീനിങ് എന്താണ്. അപ്പോൾ നമുക്ക് ഇൻഷോർട്ട് ആയിട്ട് മനസ്സിലായി ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് നോളജ് ഓഫ് ലോ ആണ്. ഇൻഡെപ്ത് ആയിട്ടുള്ള ലോയെ കുറിച്ചുള്ള നോളജ്, ലീഗൽ കോൺസെപ്റ്റ് വെച്ചും ലീഗൽ അനാലിസിസ് വെച്ചും ഒക്കെ ലോ എന്താണെന്നുള്ള ഒരു ഇൻഡെപ്ത് നോളജ്, അതിനെയാണ് നമ്മൾ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കുന്നത് ഹിസ്റ്ററി ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്താണെന്നാണ്. എങ്ങനെയാണ് ഈ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ആസ് ഇറ്റ്സ് ബിഗിനിങ് ഇൻ ദ ഇറ ഓഫ് ഏൻഷ്യൻ റോം ആൻഡ് ഏൻഷ്യൻ ഇന്ത്യ. ഏൻഷ്യൻ ഇന്ത്യയിലാണ് എങ്കിലും അതോടൊപ്പം തന്നെ ഏൻഷ്യൻ റോമിലും ആ ഒരു ഇറയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കോൺസെപ്റ്റ് ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, എന്താണ് ലോ അതോടൊപ്പം തന്നെ ജസ്റ്റിസ്, നീതി എന്താണെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് പണ്ട് തൊട്ടേ ബിഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഏൻഷ്യൻ റോമിൽ അല്ലെങ്കിൽ ഏൻഷ്യൻ ഇന്ത്യ. ആ ഒരു ടൈമിലാണ് അതിന്റെ ബിഗിനിങ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പം അതിൽ കുറെ നമുക്ക് ചില ആളുകൾ കോൺസെപ്റ്റ് ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ധർമ്മശാസ്ത്ര, ധർമ്മസൂത്ര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേദാസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ധർമ്മശാസ്ത്ര ടെക്സ്റ്റ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അങ്ങനെയുള്ള വെൽ നോൺ ടെക്സ്റ്റ് ബുക്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും കോൺസെപ്റ്റ് ഓഫ് ജൂറിസ്പ്രുഡൻസിനെ കുറിച്ച് പല ഇന്ത്യൻ ടെക്സ്റ്റ് ബുക്സിലും മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ മീനിങ് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഇന്ത്യയിലും ഈ ഒരു കോൺസെപ്റ്റ് ബിഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. അതിന്റെ തെളിവാണ് ധർമ്മശാസ്ത്ര പോലെയുള്ള ടെക്സ്റ്റിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തും ഈ ഒരു ധർമ്മ അല്ലെങ്കിൽ മോറൽസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വളരെ ഒരു ഗ്രേറ്റ് ബിലീഫ് ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. അപ്പം അങ്ങനെ ഏൻഷ്യൻ റോമിൽ ഈ പറയുന്ന കോൺസെപ്റ്റുകൾ, ജൂറിസ്പ്രുഡൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ പയ്യെ ഡെവലപ്പ് ചെയ്ത് വരിക ചെയ്തത്. ആൻഡ് ഓൾസോ റോമൻ എംപയർ, ഞാൻ പറഞ്ഞു ഏൻഷ്യൻ റോമിലും അത് ബിഗിൻ ചെയ്തിരുന്നു. സോ ഏൻഷ്യൻ റോം അല്ലെങ്കിൽ റോമൻ എംപയർ അതും ഈ പറയുന്ന ഡിഫറെൻറ്റ് സ്കൂൾസ് അല്ലെങ്കിൽ വേരിയസ് സ്കൂൾസ് ഓഫ് ലോയിലേക്ക് ലെഡ് ചെയ്തു. ഓരോ ആളുകളുടെയും സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് നമ്മൾ പഠിക്കും, അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ആ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഏൻഷ്യൻ റോമിലാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേരിയസ് സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസിലേക്ക് ലെഡ് ചെയ്തത്. ഇനി എന്തിനാണ് നമ്മൾ ഈ ജൂറിസ്പ്രുഡൻസ് പഠിക്കുന്നത്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പോൾ ശരിക്കും ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് ഒരു ലോയുടെ ഒരു ഡെവലപ്മെന്റിലേക്കോ അല്ലെങ്കിൽ ലോയുടെ ഒരു എവല്യൂഷനിലേക്ക് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ല. എങ്ങനെ ലോ ഡെവലപ്പ് ചെയ്തു അല്ലെങ്കിൽ ഹൗ ലോ എങ്ങനെ ഇവോൾവ് ചെയ്തു എന്നതിലേക്ക് മാത്രം ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ല ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു സ്റ്റഡി. അക്കാദമിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് അക്കാദമിക്സ് ഹു സ്റ്റഡി ദ ജൂറിസ്പ്രുഡൻസ് ഓൾസോ മേക്ക് ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ടു ദ ഫീൽഡ് ഓഫ് അതർ സയൻസ് ലൈക്ക് ദ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഫീൽഡ്. മറ്റു ഫീൽഡുകളിലും സോഷ്യൽ സയൻസ് പോലെയുള്ള മറ്റ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഫീൽഡുകളിലും ഒക്കെ ഈ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് അത് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ആയിട്ട് നമ്മുടെ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിലേക്ക് ഈ ഒരു കോൺസെപ്റ്റും കൊണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ജൂറിസ്പ്രുഡൻസ് പറയുന്നത് എങ്ങനെയാണ് ലോ എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ ലോയുടെ റോൾ എത്രത്തോളമാണ്, അതോടൊപ്പം തന്നെ മാനും ലോയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, സ്റ്റേറ്റും സൊസൈറ്റിയും ലോയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതെല്ലാം അതിൻ്റെ റോൾ എത്രത്തോളമാണ് സൊസൈറ്റിയിൽ, ഇതെല്ലാം ജൂറിസ്പ്രുഡൻസിൽ പറയുന്നത്. സോ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദി സൊസൈറ്റിയിലേക്ക് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു സ്റ്റഡി ഓഫ് ജൂറിസ്പ്രുഡൻസ് അൾട്ടിമേറ്റ്ലി ലെഡ് ചെയ്തിട്ടുണ്ട്. സോ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ജൂറിസ്പ്രുഡൻസ്, ദ സ്റ്റഡി ഓഫ് ജൂറിസ്പ്രുഡൻസ് വിച്ച് ഓൾസോ ഹെൽപ്സ് ആൻഡ്
കോംപ്ലിക്കേറ്റ് സം ഓഫ് ദി കോൺസെപ്റ്റ് ആൻഡ് കോംപ്ലിസിറ്റീസ് ഓഫ് ലീഗൽ വേൾഡ്. അതായത് ചില ലീഗൽ ആയിട്ടുള്ള കോംപ്ലിസിറ്റീസ് വരുമ്പോഴും അല്ലെങ്കിൽ ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള കോൺസെപ്റ്റ് വരുമ്പോൾ അത് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ജൂറിസ്പ്രുഡൻസിന്റെ ആ ഒരു സ്റ്റഡി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മേക്സ് എം മോർ മാനേജബിൾ ആൻഡ് റാഷണൽ ആൻഡ് ദസ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്. ഓരോ ലീഗൽ കോൺസെപ്റ്റുകളും അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കുറച്ചും കൂടി ഈസിയർ ആക്കാൻ, കുറച്ചും കൂടി റാഷണൽ മാനേജബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് ആക്കാൻ ജൂറിസ്പ്രുഡൻസിന്റെ സ്റ്റഡി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് ക്യാൻ ഓൾസോ ലെറ്റ് ടു മോർ എഫക്റ്റീവ് പ്രാക്ടീസ് ഓഫ് ലോ. അതായത് ലോയുടെ ആ ഒരു പ്രാക്ടീസ് ഓഫ് ലോ കുറച്ചും കൂടി ഈസി ആക്കാനായിട്ടും ജൂറിസ്പ്രുഡൻസ് വഴിയായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജൂറിസ്പ്രുഡൻസിനെ നമ്മൾ ഗ്രാമർ ഓഫ് ദി ലോ എന്നൊക്കെ അറിയപ്പെടുന്നത്. വി ഓഫ്റ്റൻ കോൾ ദി ജൂറിസ്പ്രുഡൻസ് ദി ഗ്രാമർ ഓഫ് ദി ലോ. അതായത് ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഓഫ് ലോ, അതിനെയാണ് നമ്മൾ ജൂറിസ്പ്രുഡൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ജൂറിസ്പ്രുഡൻസ് വഴിയായിട്ടാണ് ഒരു ലോയറിനെ, ഇപ്പോൾ ഒരു ലോയറെ ആണെങ്കിലും ആ ബേസിക് ഐഡിയാസ് എന്താ, റിട്ടൺ ഫോർമാറ്റിലുള്ള ലോയുടെ പുറത്തുള്ള റീസണിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ബേസിക് ഐഡിയാസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ലോയറിനെ ഹെൽപ്പ് ചെയ്യുന്നത് ജൂറിസ്പ്രുഡൻസ് ആണ്. സോ ബെറ്റർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ലോയുടെ ഓരോ ഫണ്ടമെന്റൽസിനെ സംബന്ധിച്ചുള്ള ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങും ആക്ച്വൽ റൂൾ ഓഫ് ലോ എന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ജൂറിസ്പ്രുഡൻസ് ആണ്. ലോയേഴ്സിനെ ആണെങ്കിലും ആൻഡ് ഓൾസോ ജഡ്ജസും ഒക്കെ ആണെങ്കിലും ജൂറിസ്പ്രുഡൻസ് അവർ ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു ജൂറിസ്പ്രുഡൻസ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നോളജ് ഓഫ് ലോ യൂസ് ചെയ്യുന്നത് ഗൈഡ് ചെയ്യാൻ വേണ്ടി, അവരെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഗൈഡ് ചെയ്യാൻ, കറക്റ്റ്ലി ഗൈഡ് ചെയ്യാൻ. അതോടൊപ്പം തന്നെ ലോസ് നമ്മൾ അപ്ലൈ ചെയ്യുമല്ലോ, ഡിസിഷൻ പറയുന്ന സമയത്തും അല്ലെങ്കിൽ കേസസിന്റെ കാര്യത്തിലൊക്കെ ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അതിന് റിക്വയർ ചെയ്യുന്ന കറക്റ്റ് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാനായിട്ടും ഒക്കെ അവരെ കറക്റ്റ്ലി ഗൈഡ് ചെയ്യുന്നത് ജൂറിസ്പ്രുഡൻസ് ആണ്. സോ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന അക്കാഡമിക് പേർപ്പസിന് മാത്രമല്ല ലോയേഴ്സിനെയും പ്രാക്ടീഷണേഴ്സിനെയും ഒക്കെ ആ ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഇമ്പോർട്ടൻസ് ജൂറിസ്പ്രുഡൻസിനുണ്ട്. സോ അപ്പോൾ ആ കോൺസെപ്റ്റ് എന്താണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്? നോളജ് ഓഫ് ലോ ആണ്, അതല്ലെങ്കിൽ സ്കിൽ ഓഫ് ദി ലോ ആണ്. അതുകൊണ്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ലീഗൽ റീസണിങ്ങും അതോടൊപ്പം തന്നെ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് ഓഫ് ലോയും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ ഒരു ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് നമ്മൾ നോക്കിയത്. ആ ഒരു ടോപ്പിക്കിലേക്ക് വരാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഇമ്പോർട്ടൻസും അതോടൊപ്പം തന്നെ മീനിങ് ഒക്കെ നോക്കിയതാണ്. ആ ഒരു ഏരിയയിൽ നിന്ന് ഇമ്പോർട്ടൻസ് എന്താണെന്നൊന്നും ചോദിച്ച് നമുക്ക് MCQs ഒന്നും വരാറില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ആ ഒരു മനസ്സിലാക്കി വെക്കുക കോൺസെപ്റ്റ് എന്താണെന്നുള്ളത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന ഡെഫിനിഷൻ ഓഫ് ജൂറിസ്പ്രുഡൻസ് ആണ്. ഡെഫിനിഷൻ ഓഫ് ജൂറിസ്പ്രുഡൻസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്, ഡെഫിനിഷൻ ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്നുള്ളത്. അപ്പോൾ ജൂറിസ്പ്രുഡൻസിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജൂറിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് ഓരോന്നായിട്ടാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് വൺ, സാൽമണ്ടിന്റെ ഡെഫിനിഷൻ. സാൽമണ്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ജൂറിസ്പ്രുഡൻസിനെ സയൻസ് ഓഫ് ദി ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സിവിൽ ലോ എന്നാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ഡെഫിനിഷനിൽ ഒരു കീ വേർഡ്സ് കാണും, അത് നമ്മൾ നോട്ട് ചെയ്ത് പോവുക. അതാണ് ഞാൻ ആ ബോർഡ് ലെറ്റേഴ്സിൽ കൊടുത്തേക്കളെ. സയൻസ് ഓഫ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സിവിൽ ലോ. സിവിൽ ലോയുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്, ആ ഒരു സയൻസ് ഓഫ് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സിവിൽ ലോ എന്നാണ് ജൂറിസ്പ്രുഡൻസിനെ സാൽമണ്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതായത് സാൽമണ്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ജൂറിസ്പ്രുഡൻസ് ഡീൽ ചെയ്യുന്നത് സിവിൽ ലോയാണ് അല്ലെങ്കിൽ ലോ ഓഫ് ദി സ്റ്റേറ്റിനെയാണെന്നാണ് പറയുന്നത്. സോ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൈൻഡ് ഓഫ് ലോ അതിൻ്റെ അകത്ത് എന്താ കൺസിസ്റ്റ് ചെയ്യുന്നത്? റൂൾസ് അപ്ലൈഡ് ബൈ ദ കോർട്സ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അതായത് ജസ്റ്റിസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ കോടതി അപ്ലൈ ചെയ്യുന്ന ആ ഒരു റൂൾസ്, ആ ഒരു കൈൻഡ് ഓഫ് റൂൾസ്, സിവിൽ ലോയുടെ റൂൾസ്, അതിനെ പറ്റിയാണ് ജൂറിസ്പ്രുഡൻസ് പറയുന്നത്, ഡീൽ ചെയ്യുന്നത് എന്നാണ് ജൂറിസ്പ്രുഡൻസിന്റെ ഡെഫിനിഷൻ സാൽമണ്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാൽമണ്ട് ജൂറിസ്പ്രുഡൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സയൻസ് ഓഫ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സിവിൽ ലോ. അപ്പൊ സിവിൽ ലോയുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്ന രീതിയിൽ ജൂറിസ്പ്രുഡൻസിനെ ഡിഫൈൻ ചെയ്ത്, ആ സിവിൽ ലോ എന്ന് പറയുന്ന വേർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് സാൽമണ്ട് ആണ് അങ്ങനെ ജൂറിസ്പ്രുഡൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഹോൾ ഡെഫിനിഷൻ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ആ കീവേഡ്സ് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ കീവേഡ്സ് ഓർത്തിരുന്നാലും നമുക്ക് ഇൻ കേസ് ഓപ്ഷനിൽ തരുമ്പോൾ സിവിൽ ലോയുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് സാൽമണ്ട് ഓപ്ഷനിൽ തരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് ചൂസ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ സാൽമണ്ട് ജൂറിസ്പ്രുഡൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ജൂറിസ്പ്രുഡൻസ് ആസ് ദ സയൻസ് ഓഫ് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സിവിൽ ലോ. സിവിൽ ലോയുടെ അല്ലെങ്കിൽ ലോ ഓഫ് സ്റ്റേറ്റിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്, ആ ഒരു സയൻസ് ഓഫ് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്, ദാറ്റ് മീൻസ് അതിന്റെ ഒരു സ്റ്റഡിയാണ് ജൂറിസ്പ്രുഡൻസ് എന്നാണ് സാൽമണ്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ സിവിൽ ലോയുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസിന്റെ ഒരു സയൻസ് അല്ലെങ്കിൽ ദാറ്റ് മീൻസ് അതിന്റെ ഒരു സയന്റിഫിക് സ്റ്റഡി എന്നാണ് ജൂറിസ്പ്രുഡൻസിനെ സാൽമണ്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു സിവിൽ ലോയുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ആണ് കോടതി അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റിസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത്.
എന്നാണ് സാൽമന്റെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ സാൽമന്റെ ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് സിവിൽ ലോയുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, അതിന്റെ ഒരു സയന്റിഫിക് സ്റ്റഡിയാണ്. അങ്ങനെയുള്ള സിവിൽ ലോസ് അല്ലെങ്കിൽ ലോ ഓഫ് ദി സ്റ്റേറ്റ് ആണ് കോടതികൾ അപ്ലൈ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിൽ. ഇതാണ് സാൽമന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ആ ടേമിനെ കുറിച്ച് ആള് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന ഉൽപ്പേന്റെ ഡെഫിനിഷൻ ആണ്. ഉൽപ്പേൻ ഡെഫിനിഷൻ പറയുമ്പോഴേക്കും ആളുടെ ഡെഫിനിഷനിൽ ഒരു കീവേഡ് ഓർത്തിരിക്കാനുണ്ട്, ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ്. നോക്കിയാൽ മതി, ദ സയൻസ് ഓഫ് ദ ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ്. അപ്പൊ ജസ്റ്റ് ആൻഡ് അൺജസ്റ്റിന്റെ ഒരു സയൻസ് എന്ന രീതിയിൽ ഈ ജൂറിസ്പ്രുഡൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഉൽപ്പേനാണ്. അത് ഓർക്കാം. ജൂറിസ്പ്രുഡൻസ് ഈസ് ദ നോളജ് ഓർ ഒബ്സർവേഷൻ ഓഫ് തിങ്സ് ഡിവൈൻ ആൻഡ് ഹ്യൂമൻ, ദ സയൻസ് ഓഫ് ദ ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ്. എന്താണ് ന്യായപരമായിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് അൺജസ്റ്റ് ആയിട്ടുള്ളത്, അനീതിപരമായിട്ടുള്ളത് അല്ലെങ്കിൽ നീതിപരമായിട്ടുള്ളത്, ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ് എന്ന രീതിയിലുള്ള ഒരു സയൻസ്, അതിന്റെ ഒരു സയന്റിഫിക് സ്റ്റഡി, അതിനെയാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്നാ ഉൽപ്പേൻ പറഞ്ഞിട്ടില്ലേ. ഉൽപ്പേൻ പറഞ്ഞിട്ടുള്ള ജൂറിസ്പ്രുഡൻസ് ഈസ് ദ നോളജ് ഓർ ഒബ്സർവേഷൻ ഓഫ് തിങ്സ്. എന്തെങ്കിലും ഒരു തിങ്സിനെ കുറിച്ചുള്ള ഒരു നോളജ് അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ, നമ്മുടെ ഒബ്സർവേഷൻ ആണ്, നമ്മുടെ എല്ലാ ഓരോ ജൂറിസ്റ്റുകളുടെ ഒബ്സർവേഷൻ ആണ് ഡിവൈൻ ആൻഡ് ഹ്യൂമൻ, ഡിവൈൻ ആയിട്ടുള്ള രീതിയിലും ഹ്യൂമൻ ആയിട്ടുള്ള രീതിയിലുമുള്ള ആ ഒരു തിങ്സിന്റെ ഒബ്സർവേഷൻ, ഡിവൈൻ ആയിട്ടുള്ള രീതിയിലും അറ്റ് ദ സെയിം ടൈം ഹ്യൂമൻ ആയിട്ടുള്ള രീതിയിലും ഒബ്സർവേഷൻ ഓഫ് തിങ്സ് ആണ് അല്ലെങ്കിൽ നോളജ് ഓഫ് തിങ്സ് ആണ്. അതോടൊപ്പം തന്നെ സയൻസ് ഓഫ് ദ ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ്, എന്താണ് നീതി എന്താണ് അനീതി എന്നുള്ള രീതിയിൽ അതിന്റെ ഒരു സയന്റിഫിക് സ്റ്റഡി, ആ സയൻസ് ഓഫ് ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ് എന്ന് പറഞ്ഞതും ഉൽപ്പേനാണ്. ആളുടെ ഡെഫിനിഷൻ നോക്കുക, കീവേഡ് വെച്ച് നോക്കുക. സിവിൽ ലോയുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സാൽമണ്ട് ആണ്. ആൻഡ് ഓൾസോ ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത് ഉൽപ്പേനാണ്. അങ്ങനെ കീവേഡ് വെച്ച് നോക്കുക. ഹോൾ ഡെഫിനിഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ആ കീവേഡ് വെച്ചിട്ട് നോക്കാം. ഇനി സിസറോയുടെ ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ സിസറോ പറഞ്ഞിട്ടുള്ളത് ഫിലോസഫി ആസ്പെക്ട് ഓഫ് നോളജ് ഓഫ് ലോ. നോളജ് ഓഫ് ലോ ആണെന്ന് പറഞ്ഞു. ഓൾറെഡി നമുക്കറിയാം ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് നോളജ് ഓഫ് ലോ ആണ്. അതിന്റെ ഒരു ഫിലോസഫിക്കൽ ആസ്പെക്ട് ആണെന്നാണ് സിസറോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സിസറോയുടെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്, ജൂറിസ്പ്രുഡൻസ് ഈസ് ദ ഫിലോസഫി ആസ്പെക്ട് ഓഫ് നോളജ് ഓഫ് ലോ. അപ്പൊ ലോയെ കുറിച്ചുള്ള ഒരു നോളജിന്റെ ഒരു ഫിലോസഫിക്കൽ ആസ്പെക്ട് ആണ് ജൂറിസ്പ്രുഡൻസ് എന്നാണ് സിസറോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സിസറോയുടെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്, ജൂറിസ്പ്രുഡൻസ് ഈസ് ദ ഫിലോസഫി ആസ്പെക്ട് ഓഫ് നോളജ് ഓഫ് ലോ. ഇനി സെത്നയുടെ ഡെഫിനിഷൻ, ജൂറിസ്പ്രുഡൻസ് ഈസ് ദ ഫിലോസഫി ഓഫ് പോസിറ്റീവ് ലോ. പോസിറ്റീവ് ലോയുടെ ഫിലോസഫി ആണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞതാണ് സെത്ന. പോസിറ്റീവ് ലോയുടെ ഫിലോസഫി ആണെന്ന് പറഞ്ഞ മറ്റൊരാളും ഉണ്ടായിരുന്നു, ഓസ്റ്റിൻ. അപ്പൊ നിങ്ങൾ ഓപ്ഷനിൽ തരുമ്പോൾ നോക്കുക, ഓസ്റ്റിൻ ആണ് ഓപ്ഷനിൽ തന്നിട്ടില്ലെങ്കിൽ ഓസ്റ്റിനെ ചൂസ് ചെയ്യുക. ഇനി ഓസ്റ്റിൻ ആ ഓപ്ഷനിലേ ഇല്ല, സെത്ന തന്നിട്ടുണ്ടെങ്കിൽ ആളും പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസിറ്റീവ് ലോയുടെ ഫിലോസഫി ആണ് ജൂറിസ്പ്രുഡൻസ് എന്ന്. അപ്പൊ എന്താണ് പോസിറ്റീവ് ലോ എന്നുള്ളത് നമുക്ക് നോക്കാം. അലൻ സി കെ, അടുത്ത ഡെഫിനിഷൻ ആണ് അലൻ സി കെ പറയുന്നത് ജൂറിസ്പ്രുഡൻസ് ഈസ് ദ സയന്റിഫിക് സിന്തസിസ് ഓഫ് എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ. അപ്പൊ എന്താണ് ലോയുടെ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ? അങ്ങനെയുള്ള എസെൻഷ്യൽ പ്രിൻസിപ്പിളിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു സിന്തസിസ് ഓഫ് എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ. ലോയുടെ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസിന്റെ സയന്റിഫിക് സിന്തസിസ് അല്ലെങ്കിൽ സയന്റിഫിക് സ്റ്റഡിയാണ് നമ്മൾ ജൂറിസ്പ്രുഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അലൻ സി കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ജൂറിസ്പ്രുഡൻസ് എന്ന ടേമിനെ. ഇനി അടുത്തത് ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ്, നമ്മൾ പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓസ്റ്റിന്റെ ഡെഫിനേഷൻ. അപ്പൊ ഓസ്റ്റിൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ജൂറിസ്പ്രുഡൻസിനെ ഫിലോസഫി ഓഫ് പോസിറ്റീവ് ലോ എന്നാണ്. ഫിലോസഫി ഓഫ് പോസിറ്റീവ് ലോ. പോസിറ്റീവ് ലോയുടെ ഫിലോസഫി ആയിട്ടാണ് ജൂറിസ്പ്രുഡൻസിനെ ഓസ്റ്റിൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ജൂറിസ്പ്രുഡൻസിനെ പോസിറ്റീവ് ലോയുടെ ഫിലോസഫി ആയിട്ട് ഓസ്റ്റിൻ ഡിഫൈൻ ചെയ്തു. അപ്പൊ എന്താ പോസിറ്റീവ് ലോ അല്ലെങ്കിൽ ജസ്റ്റ് പോസിറ്റിവിസം എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു ലാറ്റിൻ ടേമിൽ അറിയപ്പെടും, അല്ലെങ്കിൽ പോസിറ്റീവ് ലോ. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സോവറിൻ ആയിട്ടുള്ള ഒരു അതോറിറ്റി, അവരവിടെ ഇരുന്ന് ജനങ്ങളോട് അല്ലെങ്കിൽ സബ്ജക്ട്സ് പ്രജകളോട് പറയുന്ന അവരുടെ കണ്ടക്ട് എങ്ങനെയാണ്, പ്രവൃത്തി, അവരുടെ ആ ഒരു ആക്ഷൻസ് ഇല്ലേ, അത് കണ്ടക്റ്റുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സബ്ജക്ട്സിനോട് ഒരു അതോറിറ്റി, ഒരു പൊളിറ്റിക്കൽ സുപ്പീരിയർ ഉള്ള ഒരു അതോറിറ്റി പറയുന്ന ലേ ഡൗൺ ചെയ്യുന്ന റൂൾസ്, അതിനെയാണ് പോസിറ്റീവ് ലോ എന്നുകൊണ്ട് ഓസ്റ്റിൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പോസിറ്റീവ് ലോ അല്ലെങ്കിൽ ജസ്റ്റ് പോസിറ്റിവിസം എന്ന് പറയുന്നത് ലോ ലേഡ് ഔട്ട് ബൈ ദ പൊളിറ്റിക്കൽ സുപ്പീരിയർ ഫോർ ദ കൺട്രോളിങ് ദ കണ്ടക്ട് ഓഫ് ദ സബ്ജക്ട് ടു ഹിസ് അതോറിറ്റി. അതായത് ആ ഒരു സബ്ജക്ട്സുകളെ, അതായത് സ്റ്റേറ്റിനെ, സൊസൈറ്റീനെ, അതായത് ജനങ്ങളെ, പ്രജകളെ അവരുടെ ആക്ഷൻസ് എങ്ങനെയാണെന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ സുപ്പീരിയർ, അതായത് അതോറിറ്റി ഉള്ള ഒരു പൊളിറ്റിക്കൽ സുപ്പീരിയർ ലേഡ് ഔട്ട് ചെയ്യുന്ന ലോ, അതിനെയാണ് പോസിറ്റീവ് ലോ എന്നും കൊണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് പോസിറ്റിവിസം എന്ന് ജൂറിസ്പ്രുഡൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഓസ്റ്റിൻ.
അപ്പൊ ഓസ്റ്റിൻ പറഞ്ഞത് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ആക്ച്വലി പോസിറ്റീവ് ലോയുടെ ഫിലോസഫിയാണ്. അപ്പൊ എന്താ പോസിറ്റീവ് ലോ? പോസിറ്റീവ് ലോ എന്ന് പറയുന്നത് ഒരു അതോറിറ്റി, ഒരു പൊളിറ്റിക്കൽ സുപ്പീരിയർ ഉള്ള ഒരു അതോറിറ്റി അയാൾ ലേ ഡൗൺ ചെയ്യുന്ന, എങ്ങനെ ലേ ഡൗൺ ചെയ്തു പറയുന്നു? സബ്ജക്ട്സിനോട്, പ്രജകളോട് അല്ലെങ്കിൽ ആ ഒരു പീപ്പിളിനോട് അവരുടെ കണ്ടക്ട് എങ്ങനെയാണെന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലേ ഡൗൺ ചെയ്യുന്ന കുറച്ച് റൂൾസ് അല്ലെങ്കിൽ ലോ, അവർ ലേ ഡൗൺ ചെയ്യുന്ന ലോയാണ് ജസ്റ്റ് പോസിറ്റീവിസം അല്ലെങ്കിൽ പോസിറ്റീവ് ലോ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ലോ എന്ന് പറയുന്ന കമാൻഡ് ഓഫ് ദി സോവറിൻ, ഒരു സോവറിൻ ആയിട്ടുള്ള ഒരു അതോറിറ്റി, അതായത് സുപ്രീം പവർ ഉള്ള സോവറിൻ ആയിട്ടുള്ള പരമാധികാരി ആയിട്ടുള്ള ഒരു അതോറിറ്റി പറയുന്ന കമാൻഡ്സുകൾ, ഉത്തരവുകൾ, എങ്ങനെ നമ്മുടെ ആക്ഷൻസ് പോകണം എന്നുള്ളത് കണ്ടക്ടിനെ റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ സുപ്പീരിയർ പറയുന്ന അല്ലെങ്കിൽ സോവറിൻ ആയിട്ടുള്ള ഒരു അതോറിറ്റി പറയുന്ന കമാൻഡുകളെയാണ് ലോ എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഓസ്റ്റിൻ പറഞ്ഞേക്കല. ഇറ്റ്സ് എ ഫിലോസഫി ഓഫ് പോസിറ്റീവ് ലോ. പോസിറ്റീവ് ലോ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇതാണ്: ദ ലോ ലേ ഡൗൺ ബൈ എ പൊളിറ്റിക്കൽ സുപ്പീരിയർ ഫോർ ദ കൺട്രോളിംഗ് ദ കണ്ടക്ട് ഓഫ് ദോസ് സബ്ജക്ട്സ്, അവരുടെ പ്രജകളെ, ടു ഹിസ് അതോറിറ്റി. അതാണ് ഓസ്റ്റിന്റെ ഡെഫിനിഷൻ, ഫിലോസഫി ഓഫ് പോസിറ്റീവ് ലോ. ഇനി അടുത്തത് നോക്കുന്നത് ബെന്താമിന്റെ ഡെഫിനിഷൻ ആണ്. ബെന്താം ജൂറിസ്പ്രുഡൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇസ് ആൻ അനലൈസിസ് ഓഫ് ഫോർമൽ സ്ട്രക്ചർ ഓഫ് ലോ ആൻഡ് ഇറ്റ്സ് കൺസെപ്റ്റ്. ഫോർമൽ സ്ട്രക്ചർ ഓഫ് ലോ, എന്താണ് ലോയുടെ ആ ഒരു ഫോർമൽ സ്ട്രക്ചർ, ആ സ്ട്രക്ചർ അനലൈസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ലോയുടെ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് അതിന്റെ ഒരു അനലൈസിസ് ആണ് ബന്ധം എന്ന് പറയുന്നത്. ബന്ധം അതിനെയാണ് ജൂറിസ്പ്രുഡൻസ് എന്നും കൊണ്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ബന്ധം ലോയിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ലോ എന്താണെന്ന് ബന്ധം പറഞ്ഞിട്ടുള്ളത് ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ടു ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ, അതായത് മാക്സിമം ആളുകൾക്ക് മാക്സിമം സന്തോഷം തരുന്നത് എന്താണോ അതാണ് ഒരു ഐഡിയൽ ലോ, അതായിരിക്കണം ലോ എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ബന്ധം പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ബെന്താമിന്റെ ഒരു ഡെഫിനിഷൻ, ജെർമി ബെന്താമിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് ജൂറിസ്പ്രുഡൻസിന്റെ: ഇറ്റ്സ് ആൻ അനലൈസിസ് ഓഫ് ഫോർമൽ സ്ട്രക്ചർ ഓഫ് ലോ. എന്താണ് ലോയുടെ ആ ഒരു ഫോർമൽ സ്ട്രക്ചർ എന്നും അതോടൊപ്പം തന്നെ ലോയുടെ കോൺസെപ്റ്റുകൾ എന്താണെന്നും അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജൂറിസ്പ്രുഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ജൂറിസ്പ്രുഡൻസിനെ ബെന്താം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ഹോളണ്ടിന്റെ ഡെഫിനിഷൻ ആണ്. ഇപ്പൊ ഹോളണ്ടിന്റെ ഡെഫിനിഷനിലും ഞാൻ ഒരു കീ പോയിന്റ് കൊടുത്തിട്ടുണ്ട്: ഫോർമൽ സയൻസ് ഓഫ് പോസിറ്റീവ് ലോ. അപ്പൊ പോസിറ്റീവ് ലോ എന്ന് കാണുമ്പോൾ നമുക്ക് ആദ്യമേ ഓർമ്മ വരുന്നത് ഓട്ടോമാറ്റിക്കലി ഓസ്റ്റിനെ ആയിരിക്കും, ഓസ്റ്റിന്റെ ഡെഫിനിഷൻ ആണെന്ന് ഓർക്കും. അങ്ങനെയല്ല, ഫോർമൽ സയൻസ് ഓഫ് പോസിറ്റീവ് ലോ അങ്ങനെ കാണുകയാണ് എങ്കിൽ അത് ഹോളണ്ട് ആണ്. മാറിപ്പോരുത്. ഫോർമൽ സയൻസ് ഓഫ് പോസിറ്റീവ് ലോ എന്ന് ജൂറിസ്പ്രുഡൻസിനെ ആരാണ് ഡിഫൈൻ ചെയ്തതെന്ന് ചോദിച്ചാൽ അത് ഹോളണ്ട് ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ഹോളണ്ട് ജൂറിസ്പ്രുഡൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്: സർ തോമസ് എർസിൻ ഹോളണ്ട് ഹാസ് ഡിഫൈൻഡ് ദ ജൂറിസ്പ്രുഡൻസ് ആസ് ദ ഫോർമൽ സയൻസ് ഓഫ് പോസിറ്റീവ് ലോ. പോസിറ്റീവ് ലോയുടെ ഒരു ഫോർമൽ സയൻസ് ഓഫ് പോസിറ്റീവ് ലോ എന്ന് ജൂറിസ്പ്രുഡൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഹോളണ്ട് ആണ്. അതായത് ഫോർമൽ സയൻസിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തിരിക്കുകയാണ് മെറ്റീരിയൽ സയൻസിൽ നിന്നും. എന്താണ് മെറ്റീരിയൽ സയൻസ്, എന്താണ് ഫോർമൽ സയൻസ് എന്നുള്ള ഒരു ഡിസ്റ്റിങ്ക്യൂഷൻ പ്രോപ്പർ ആയിട്ട് ഹോളണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഹോളണ്ട് പറഞ്ഞിട്ടുള്ള ഇങ്ങനെയാണ്: ഫോർമൽ സയൻസ് എന്ന് പറയുന്നത് ഈസ് വൺ വിച്ച് ഡീൽസ് നോട്ട് വിത്ത് ദ കോൺക്രീറ്റ് ഡീറ്റെയിൽസ് ബട്ട് വിത്ത് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് അണ്ടർലൈൻ ദം. അതായത് കോൺക്രീറ്റ് ആയിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസിനെ പറ്റി ഒന്നും ഈ ഒരു മെറ്റീരിയൽ സയൻസ് പോലെ ഫോർമൽ സയൻസ് ഡീൽ ചെയ്യില്ല. ഫോർമൽ സയൻസ് ഡീൽ ചെയ്യുന്നത് എന്താണ് അതിനെ അണ്ടർലൈൻ ചെയ്യുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസിക് പ്രിൻസിപ്പിൾസ് എന്താണ് അതുമായി ഡീൽ ചെയ്യുന്നതാണ് ഫോർമൽ സയൻസ്. സോ ഫോർമൽ സയൻസ് ഓഫ് പോസിറ്റീവ് ലോ. അപ്പൊ അങ്ങനെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്, പോസിറ്റീവ് ലോയുടെ ആ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസുമായിട്ട് ഡീൽ ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റിനെയാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. അതായത് ഫോർമൽ സയൻസ് ഓഫ് പോസിറ്റീവ് ലോ എന്ന് ജൂറിസ്പ്രുഡൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഹോളണ്ട് ആണ്. ഇനി HLA ഹാർട്ട്. HLA ഹാർട്ടിന്റെ ഡെഫിനേഷൻ ഇങ്ങനെയാണ്: ഹാർട്ടിന്റെ നമ്മൾ ലോയും മൊറാലിറ്റിയും തമ്മിലുള്ള കോൺസെപ്റ്റിനെ പറ്റി HLA ഹാർട്ടിന്റെ ഒരു ഡിബേറ്റ് ഒക്കെ ഉണ്ട്, നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ വരുമ്പോൾ പഠിക്കും. അപ്പോൾ ഹാർട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ജൂറിസ്പ്രുഡൻസിനെ? HLA ഹാർട്ട് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ആ ഒരു ടേമിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സയൻസ് ഓഫ് ലോ, സയൻസ് ഓഫ് ലോ എന്നാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് സയൻസ് ഓഫ് ലോ. അപ്പൊ സയൻസ് ഓഫ് ലോ എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു ബ്രോഡർ കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ബ്രോഡർ ആയിട്ടുള്ള പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. ബൈ കോറിലേറ്റിംഗ് ദ ലോ ആൻഡ് മൊറാലിറ്റി. അപ്പൊ ലോ ആൻഡ് മൊറാലിറ്റിയെ തമ്മിൽ കോറിലേറ്റ് ചെയ്ത് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ ജൂറിസ്പ്രുഡൻസിനെ അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഹാർട്ടാണ്. HLA ഹാർട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ഒരു സയൻസ് ഓഫ് ലോ ആണ്. അതിൽ എന്തൊക്കെ കോറിലേറ്റ് ചെയ്യുന്നുണ്ട്? ലോയും മൊറാലിറ്റി, അതായത് ലോ എന്താണ് മൊറാലിറ്റി എന്നുള്ള ഒരു കോറിലേഷൻ പറയുന്ന ഒരു സയൻസ് ഓഫ് ലോ ആണ് ജൂറിസ്പ്രുഡൻസ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഹാർട്ടാണ്. അപ്പൊ ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലീഗൽ സിസ്റ്റത്തിന്റെ അകത്ത് 2 റൂൾസ് ഉണ്ടാകും: പ്രൈമറി റൂൾസും ഉണ്ടാകും ആൻഡ് ഓൾസോ സെക്കൻഡറി റൂൾസും ഉണ്ടാകും.
അപ്പൊ ഈ റൂൾസിന്റെ ആ ഒരു നേച്ചർ എന്താണ്, ഈ റൂൾസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നേച്ചർ ഓഫ് ലോ എന്താണെന്നും അതോടൊപ്പം തന്നെ ഈ റൂൾസ് പ്രൈമറി റൂൾസും സെക്കൻഡറി റൂൾസും ആണ് സയൻസ് ഓഫ് ജൂറിസ്പ്രുഡൻസിന്റെ ഒരു കീ, അല്ലെങ്കിൽ സയൻസ് ഓഫ് ജൂറിസ്പ്രുഡൻസിന്റെ ഒരു കീ ഫാക്ടർ എന്ന് പറയുന്ന ഈ രണ്ട് റൂൾസും ആണ്, പ്രൈമറി റൂൾസും സെക്കൻഡറി റൂൾസും. അപ്പോൾ ഒരു ലീഗൽ സിസ്റ്റത്തിൽ രണ്ട് റൂൾസ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രൈമറി റൂൾസും സെക്കൻഡറി റൂൾസും എന്നൊരു കോൺസെപ്റ്റ് പറഞ്ഞതും HLA ഹാർട്ട് ആണ്. അത് ഓർത്തിരിക്കുക. HLA ഹാർട്ട് പറഞ്ഞിട്ടുള്ളത് സയൻസ് ഓഫ് ലോ എന്നാണ് ജൂറിസ്പ്രുഡൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ബൈ എങ്ങനെ കോറിലേറ്റ് ചെയ്തുകൊണ്ട്, ലോയും മൊറാലിറ്റിയും തമ്മിൽ കോറിലേറ്റ് ചെയ്തുകൊണ്ട്. ആൻഡ് ഓൾസോ ഒരു ലീഗൽ സിസ്റ്റത്തിൽ രണ്ട് റൂൾസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു, അതാണ് പ്രൈമറി റൂൾസും സെക്കൻഡറി റൂൾസും. HLA ഹാർട്ടിന്റെ കോൺസെപ്റ്റ് ആണ്. ഈ രണ്ട് റൂൾസും ആണ് ലോയുടെ നേച്ചർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ആൻഡ് ഓൾസോ ദ ജൂറിസ്പ്രുഡൻസിന്റെ ആ ഒരു സയൻസ് ഓഫ് ജൂറിസ്പ്രുഡൻസിന്റെ ഒരു കീ എന്ന് പറയുന്നതും ഈ ഒരു രണ്ട് റൂൾസ് ആണ്, പ്രൈമറി റൂൾസും സെക്കൻഡറി റൂൾസും. ഇതാണ് HLA ഹാർട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ജൂറിസ്പ്രുഡൻസിനെ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന ജൂലിയസ് സ്റ്റോണിന്റെ ഡെഫിനിഷൻ ആണ്. ജൂലിയസ് സ്റ്റോൺ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? അപ്പൊ ജൂലിയസ് സ്റ്റോണിന്റെ ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ ജൂറിസ്പ്രുഡൻസ് മീൻസ് ദ ലോയേഴ്സ് എക്സ്ട്രവേർഷൻ. അപ്പൊ ലോയേഴ്സിന്റെ എക്സ്ട്രവേർഷൻ എന്താണ്, അല്ലെങ്കിൽ ലോയേഴ്സ് എങ്ങനെയാണ് എക്സാമിൻ ചെയ്യുന്നത് ഓരോ ലീഗൽ കോൺസെപ്റ്റിനെ, അതിനെയാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് എന്നാണ് ജൂലിയസ് സ്റ്റോൺ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ വേർഡ് ഓർക്കുക, ലോയേഴ്സ് എക്സ്ട്രവേർഷൻ എന്ന് ജൂറിസ്പ്രുഡൻസിനെ മീൻ ചെയ്തിട്ടുള്ളത് ജൂലിയസ് സ്റ്റോൺ ആണ്. So jurisprudence means lawyer's extraversion, which means it's the lawyer's examination of precepts, ideas and techniques of the law in the light derived from the present knowledge in disciplines other than the law. The law അല്ലാതെ മറ്റു സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻസുമായിട്ട് അതിൽ നിന്നും അതിൻ്റെ ആ ഒരു പ്രസന്റ് നോളജ്, ഇപ്പൊ കിട്ടിയിട്ടുള്ള ആ ഒരു പ്രസന്റ് നോളജ്, അതിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള പ്രസന്റ് നോളജ് വഴിയായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ലോയുടെ ഐഡിയാസ് എന്താണ്, ടെക്നിക്സ് എന്താണെന്ന് ലോയേഴ്സ് എക്സാമിൻ ചെയ്യുന്നതിനെയാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ലോയേഴ്സ് എന്താണോ എക്സ്ട്രവേർഷൻ ചെയ്യുന്നത് അതാണ് ജൂറിസ്പ്രുഡൻസ് എന്നാണ് ജൂലിയസ് സ്റ്റോൺ ഡിഫൈൻ ചെയ്തത്. ലോയേഴ്സ് എക്സ്ട്രാവേർഷൻ, അപ്പൊ ലോയുടെ ആ ഒരു ഐഡിയാസ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്സ് എന്താണ്, ആ ഒരു പെർസിപ്സ്, ആ ഒരു എക്സാമിനേഷൻ ലോയേഴ്സ് നടത്തുന്നത് ഇന്നത്തെ ആ ഒരു പ്രസന്റ് നോളജ് വെച്ചുകൊണ്ട് മറ്റ് ഡിസിപ്ലിൻസുമായി കമ്പയർ ചെയ്തിട്ടുള്ള പ്രസന്റ് നോളജിന്റെ ആ ഒരു ലൈറ്റിൽ, അതിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ആ ഒരു വെളിച്ചത്തിൽ ഐഡിയാസ്, ടെക്നിക്സ് ഓഫ് ലോ എന്താണെന്ന് ലോയേഴ്സ് എക്സാമിൻ ചെയ്യുന്നതിനെയാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് എന്നാണ് ജൂലിയസ് സ്റ്റോൺ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതാണ് ലോയേഴ്സ് എക്സ്ട്രാവേർഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ജൂലിയസ് സ്റ്റോണിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയായിരുന്നു, ജൂറിസ്പ്രുഡൻസ് മീൻസ് ദ ലോയേഴ്സ് എക്സ്ട്രാവേർഷൻ, അതായത് ലോയേഴ്സ് എക്സാമിൻ ചെയ്യുന്ന ലീഗൽ ടെക്നിക്സിനെയും ലീഗൽ ഐഡിയാസിനെയൊക്കെ പ്രസന്റ് നോളജ് വെച്ചുകൊണ്ട്, മറ്റ് സോഷ്യൽ സയൻസിലെ അല്ലെങ്കിൽ മറ്റ് ഡിസിപ്ലിൻസിലെ പ്രസന്റ് നോളജ് വെച്ചുകൊണ്ട് ലോയുടെ ടെക്നിക്സ്, ഐഡിയാസിനെയൊക്കെ ലോയേഴ്സ് എക്സാമിൻ ചെയ്യുന്നതിനെയാണ് ജൂറിസ്പ്രുഡൻസ് എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോയേഴ്സ് എക്സ്ട്രാവേർഷൻ, അതിനെയാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് മീൻ ചെയ്യുന്നത് എന്നാണ് ജൂലിയസ് സ്റ്റോൺ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ജൂറിസ്പ്രുഡൻസ് എന്ന ടേമിനെ. ഇനി അടുത്തത് ഹാൻസ് കെൽസൺ ആണ്. ഹാൻസ് കെൽസന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് പറയുന്നത്. ഹാൻസ് കെൽസൺ പറയുന്നത് സ്റ്റഡി ഓഫ് ജൂറിസ്പ്രുഡൻസ്. ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജൂറിസ്പ്രുഡൻസിനെ പറ്റിയുള്ള പഠനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഹയറാർക്കി ഓഫ് നോംസ്, അതായത് നോംസ് ആൻഡ് റൂൾസുകളുടെ ഹയറാർക്കി, ആ ഒരു ഹയറാർക്കിയാണ് നമ്മൾ ഹയറാർക്കിയൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി, ആ പഠനത്തെയാണ് ജൂറിസ്പ്രുഡൻസ് എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് കെൽസൺ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ നോംസും അല്ലെങ്കിൽ ഓരോ റൂൾസുകളുടെയും വാലിഡിറ്റി എങ്ങനെയാണെന്ന് ഡിപ്പെൻഡ് ചെയ്തു വരുന്നത് ആ സുപ്പീരിയർ നോമിനെ സംബന്ധിച്ചാണ്. അതിനെയാണ് ഒരു ഗ്രണ്ണോം എന്ന് പറയുന്നത്. ആ ഒരു ഗ്രണ്ണോം പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഗ്രണ്ണോം കോൺസെപ്റ്റ് ഒക്കെ ആരുമായി റിലേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ ഹാൻസ് കെൽസനുമായി റിലേറ്റഡ് ആയിട്ടാണ്. അപ്പൊ അത് നോം എന്ന് ഉദ്ദേശിക്കുന്നത് റൂൾ ഓഫ് കണ്ടക്ട് ആണ്. അത് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ആക്ഷൻസ് പോകേണ്ടത് എന്നുള്ള ഒരു റൂള്, അതിനെയാണ് റൂൾ ഓഫ് കോണ്ടക്റ്റിനെയാണ് നോം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഗ്രണ്ണോം മീൻസ് സുപ്പീരിയർ നോം, ഏതാണ് അവിടുത്തെ സുപ്പീരിയർ ആയിട്ടുള്ള നോം എന്നാണ് ഗ്രണ്ണോം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ ആ ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളതാണ്. നോം എന്ന് പറഞ്ഞാൽ ഒരു റൂൾസ് അല്ലെങ്കിൽ റൂൾ ഓഫ് കോണ്ടക്ട് എന്ന് പറയാം. ഗ്രണ്ണോം എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ആയിട്ടുള്ള റൂള്, അതായത് സുപ്പീരിയർ റൂൾ ഓഫ് കോണ്ടക്ട് ഏതാണ്, അല്ലെങ്കിൽ സുപ്പീരിയർ നോം. അപ്പൊ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുറേ റൂൾസുകളുടെ അല്ലെങ്കിൽ ആ ഒരു റൂൾ ഓഫ് കണ്ടക്റ്റുകളുടെ ഹയറാർക്കി, അതേപറ്റിയുള്ള പഠനമാണ്. കുറേ റൂൾസ് ഉണ്ട്, ആ കുറേ റൂൾസുകളുടെ ഒരു ഹയറാർക്കിയിലായിട്ടുള്ള ഒരു സ്റ്റഡി, അതിനെയാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വാലിഡിറ്റി, ഓരോ റൂളുകളുടെയും വാലിഡിറ്റി എങ്ങനെയായിരിക്കും, അതിന്റെ സുപ്പീരിയർ നോം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സുപ്പീരിയർ ആയിട്ടുള്ള റൂൾ ഓഫ് കണ്ടക്ട് എങ്ങനെയാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഓരോ റൂൾ ഓഫ് കണ്ടക്റ്റിന്റെയും വാലിഡിറ്റി, അതിന്റെ വാല്യൂ വരുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ആ ഒരു സുപ്പീരിയർ നോമിനെയാണ് ഗ്രണ്ണോം എന്ന് പറയുന്നത്. ആ ഗ്രണ്ണോം കോൺസെപ്റ്റിനെ പറ്റി പറയുന്നത് ഹാൻസ് കെൽസൺ ആണ്. അപ്പൊ ഹയറാർക്കി ഓഫ് നോംസിനെ പറ്റിയുള്ള ഒരു പഠനമാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞത് കെൽസൺ ആണ്, ഹാൻസ് കെൽസൺ ആണ് അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അടുത്ത നമ്മൾ നോക്കുന്ന കീറ്റോന്റെ ഡെഫിനിഷൻ ആണ്.
കീറ്റോൺ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ജൂറിസ്പ്രുഡൻസിനെ ഇസ് എ സ്റ്റഡി ആൻഡ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ. അതായത് ലോയുടെ ജനറൽ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്ത് പഠിക്കുന്നതിനെയാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു കീറ്റോൺ, ജൂറിസ്പ്രുഡൻസ് ഇസ് എ സ്റ്റഡി ആൻഡ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ. ലോയുടെ ജനറൽ പ്രിൻസിപ്പിൾസ് വളരെ സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്ത് പഠിക്കുന്നതിനെയാണ് ജൂറിസ്പ്രുഡൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു പഠനം, സിസ്റ്റമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റിലൂടെയുള്ള പഠനമാണ് ലോയുടെ ജനറൽ പ്രിൻസിപ്പിൾസിന്റെ. അതിനെയാണ് നമ്മൾ ജൂറിസ്പ്രുഡൻസ് എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് കീറ്റോൺ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നോക്കുക, ജൂറിസ്പ്രുഡൻസ് ഇസ് എ സ്റ്റഡി ആൻഡ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ. അപ്പൊ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ആൻഡ് സ്റ്റഡി ഓഫ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ എന്നൊക്കെ കാണുകയാണെങ്കിൽ കീറ്റോൺ ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് ഗ്രേ, പ്രൊഫസർ ഗ്രേയുടെ ഡെഫിനിഷനാണ് നമ്മൾ നോക്കുന്നത്. പ്രൊഫസർ ഗ്രേ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ജൂറിസ്പ്രുഡൻസിനെ ഇസ് എ സയൻസ് ഓഫ് ലോ. അപ്പൊ എല്ലാവരും ഈ പറയുന്ന സിമിലർ ആയിട്ടുള്ള ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ട് ഡെഫിനേഷനിൽ. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമാക്കി നിൽക്കുന്ന കുറച്ച് കീ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കീ ഫാക്ടേഴ്സ് കാണും, പോയിന്റ്സ്, അത് നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് സയൻസ് ഓഫ് ലോ ആണ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ്സ് ഓഫ് റൂൾസ്. അപ്പൊ ഇവിടെയും നോക്കുക, കീറ്റോന്റെ ഡെഫിനിഷനും ഗ്രേയുടെ ഡെഫിനിഷനും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതും ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ്സിനെ പറ്റി രണ്ടിലും പറയുന്നുണ്ട്. പക്ഷെ മാറിപ്പോകരുത്, ഇത് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് റൂൾസ് ആണ്. എങ്ങനെ? ഫോളോഡ് ബൈ ദ കോഡ്സ് ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ഇൻവോൾവ് ഇൻ ദീസ് റൂൾസ്. അപ്പൊ ഗ്രേ ഡിഫൈൻ ചെയ്തിട്ടുള്ള ജൂറിസ്പ്രുഡൻസിനെ സയൻസ് ഓഫ് ലോ എന്നാണ്. ആ സയൻസ് ഓഫ് ലോയും അതോടൊപ്പം തന്നെ എന്താണ്? ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ്സ് ഓഫ് റൂൾസ് ഫോളോഡ് ബൈ ദ കോഡ്സ്. കോടതികൾ ഫോളോ ചെയ്യുന്ന ആ ഒരു റൂൾസ്, ഈ പറയുന്ന റൂൾസിന്റെയും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ്മെന്റിന്റെയും ഒക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആൻഡ് ദി പ്രിൻസിപ്പിൾസ് ഇൻവോൾവ് ഇൻ ദീസ് റൂൾസ്. ആ റൂൾസുകളിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ്, ഇതിന്റെയൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സയന്റിഫിക് സ്റ്റഡി, അതിനെയാണ് ജൂറിസ്പ്രുഡൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് ലോ ആണ്. അതോടൊപ്പം തന്നെ സിസ്റ്റമാറ്റിക്കലി കോടതികൾ ഫോളോ ചെയ്യുന്ന റൂൾസിന്റെ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു റൂൾസുകളിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസും ഉണ്ട്. ഇതിനെപ്പറ്റിയുള്ള ഒരു പഠനം എന്നാണ് ജൂറിസ്പ്രുഡൻസ് പറ്റി പ്രൊഫസർ ഗ്രേ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഗ്രേയുടെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഇറ്റ്സ് എ സയൻസ് ഓഫ് ലോ, ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ്സ് ഓഫ് ദി റൂൾസ് ഫോളോഡ് ബൈ ദ കോഡ്സ് ആൻഡ് ദി പ്രിൻസിപ്പിൾസ് ഇൻവോൾവ് ഇൻ ദീസ് റൂൾസ്. നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കുന്ന റോസ്കോ പൗണ്ട് ആണ്. റോസ്കോ പൗണ്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ജൂറിസ്പ്രുഡൻസിനെ ഇസ് ദ സയൻസ് ഓഫ് ലോ. സയൻസ് ഓഫ് ലോ തന്നെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട് വരുമ്പോൾ. ടെസ്റ്റിംഗ് ദ ടേംസ് law in the judicial sense as denoting the body of tribunals recognized or enforced by public or regular principles in the administration of justice. ഡെഫിനിഷനിൽ വ്യത്യാസം ഉണ്ട് വന്നപ്പോൾ സയൻസ് ഓഫ് ലോ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ബാക്കി പറയുന്നു അതിൽ എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? ടെസ്റ്റിംഗ് ദ ടേംസ് ലോ ഇൻ ദ ജുഡീഷ്യൽ സെൻസ്, ജുഡീഷ്യൽ ആയിട്ടുള്ള സെൻസിൽ ടേംസിനെ ടെസ്റ്റ് ചെയ്യുന്നു. ആസ് ഡിനോട്ടിംഗ് ദ ബോഡി ഓഫ് ട്രിബ്യൂണൽസ് റെക്കഗ്നൈസ്ഡ് ഓർ എൻഫോഴ്സ്ഡ് ബൈ ദ പബ്ലിക്. അതായത് പബ്ലിക് റെക്കഗ്നൈസ് ചെയ്ത് അംഗീകരിച്ച് എൻഫോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ബോഡി ഓഫ് ട്രിബ്യൂണൽസ് ഡിനോട്ട് ചെയ്യുന്ന ജുഡീഷ്യൽ സെൻസിൽ പറയുന്ന കുറച്ച് ടേംസ് ആൻഡ് ദ റെഗുലർ പ്രിൻസിപ്പിൾ, അതോടൊപ്പം തന്നെയുള്ള കുറച്ച് റെഗുലർ പ്രിൻസിപ്പിൾസും. എന്തിനു വേണ്ടി ഇത് ഉപയോഗിക്കുന്നത്? ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷനിൽ ഉപയോഗിക്കുന്ന ഈ ഒരു റെഗുലർ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പബ്ലിക് വഴിയായിട്ട് റെക്കഗ്നൈസ് ചെയ്ത് അംഗീകരിച്ച് എൻഫോഴ്സ് ചെയ്യപ്പെടുന്ന കുറച്ച് ആ ഒരു ടേംസ്, അതിന്റെ ആ ഒരു ടെസ്റ്റിംഗ്, അതിന്റെ പഠനമാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് റോസ്കോ പൗണ്ട് പറയുന്നു. റോസ്കോ പൗണ്ട് ഡെഫിനിഷൻ ഇതാണ്: ജൂറിസ്പ്രുഡൻസ് ഈസ് എ സയൻസ് ഓഫ് ദി ലോ, ടെസ്റ്റിംഗ് ദ ടേംസ് ലോ ഇൻ ദ ജുഡീഷ്യൽ സെൻസ്, ജുഡീഷ്യൽ സെൻസിലുള്ളത് എങ്ങനെ? ആസ് ഡിനോട്ടിംഗ് ദ ബോഡി ഓഫ് ട്രിബ്യൂണൽസ്, അത് റെക്കഗ്നൈസ് ചെയ്ത് എൻഫോഴ്സ് ചെയ്യപ്പെടുന്നതാണ് പബ്ലിക് വഴിയായിട്ടും. അതോടൊപ്പം തന്നെ കുറച്ച് റെഗുലർ പ്രിൻസിപ്പിൾസും ഉണ്ട് ഈ പറയുന്ന ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു പഠനമാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് റോസ്കോ പൗണ്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത്, ഇത്രയാണ് നമ്മൾ ജൂറിസ്പ്രുഡൻസിന്റെ ഡെഫിനിഷൻ നോക്കിയത്. ജൂറിസ്പ്രുഡൻസിനെ പറ്റി ഓരോ ജൂറിസ്റ്റുകൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആദ്യം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ, സാൽമണ്ടിന്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സയൻസ് ഓഫ് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ലോ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരാറുള്ളത് ഓസ്റ്റിന്റെ ഡെഫിനിഷനിൽ നിന്നാണ്. ഓസ്റ്റിൻ ആണ് ഫിലോസഫി ഓഫ് പോസിറ്റീവ് ലോ എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓസ്റ്റിന്റെ പോസിറ്റീവിസം എന്ന് പറയുന്നത് ഒരു സുപ്പീരിയർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സുപ്പീരിയർ അവരുടെ സബ്ജക്ട്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അവരുടെ കണ്ടക്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രവൃത്തി കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറയുന്ന കമാൻഡ്സ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആ ഒരു പോസിറ്റീവ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബെന്താമിന്റെ ഡെഫിനിഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ
ഹോളണ്ടിന്റെ ഡെഫിനിഷൻ ഫോർമൽ സയൻസ് ഓഫ് പോസിറ്റീവ് ലോ എന്ന് പറയുന്നത്. HLA ഹാർട്ട് ആണ് ലോ ആൻഡ് മൊറാലിറ്റിയെ തമ്മിൽ കോറിലേറ്റ് ചെയ്തത്. ജൂലിയസ് സ്റ്റോൺ പറഞ്ഞത് ലോയേഴ്സിന്റെ ആ ഒരു എക്സാമിനേഷനിൽ നിന്നാണ് ലോയെ പറഞ്ഞത് ജൂറിസ്പ്രുഡൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പിന്നെ അതോടൊപ്പം തന്നെ അലൻ CK പറഞ്ഞത് എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോയുടെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു സിന്തസിസ് സ്റ്റഡി, അതിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അലൻ CK. ദെൻ അതോടൊപ്പം തന്നെ ഉൽപ്യന്റെ ഡെഫിനിഷനും പറയുന്നത് ജസ്റ്റ് ആൻഡ് അൺജസ്റ്റ്, അതിന്റെ ആ ഒരു സയൻസിനെ സംബന്ധിച്ച് പറഞ്ഞ ഉൽപ്യനാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഡെഫിനിഷൻസ് ഓരോ ആളുകളുടെ സാൽമണ്ട്, ഉൽപ്യൻ, അതോടൊപ്പം തന്നെ സിസറോ, സെറ്റ്ന, അലൻ CK, ഓസ്റ്റിൻ, ബെന്താം, ഹോളണ്ട്, HLA ഹാർട്ട്, ജൂലിയസ് സ്റ്റോൺസ്, ഇവരുടെ ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഇത്ര നോക്കിയത്. ഹാൻസ് കെൽസനും ഹാൻസ് കെൽസന്റെ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഹാൻസ് കെൽസൺ ആണ് എന്ത് ചെയ്ത് ഹയറാർക്കിയിൽ ആയിട്ടുള്ള രീതിയിൽ നോംസിനെ പറ്റി പഠിച്ചത്. അതായത് അതിൽ തന്നെ ഓരോ നോംസിന്റെ വാലിഡിറ്റി എങ്ങനെയാന്ന് പറഞ്ഞത് ഗ്രണ്ണോം അനുസരിച്ച്, ആ ഒരു സുപ്പീരിയറിറ്റി അനുസരിച്ചാണ് വരുന്നത്. ഹാൻസ് കെൽസൺ. ദെൻ കീറ്റോൺ പറഞ്ഞത് സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്യുന്നു, ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോയിനെ സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്ത് പഠിക്കുന്നതിനെയാണ് ജൂറിസ്പ്രുഡൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റഡി, അതാണ് കീറ്റോൺ. ഇനി ഗ്രേയുടെ ഡെഫിനിഷൻ നോക്കാം. ഇനി റോസ്കോ പോയിന്റ് ഡെഫിനിഷൻ. ഇത്രയും ഡെഫിനിഷൻസ് ആണ് ജൂറിസ്പ്രുഡൻസിൽ നമ്മൾ പറഞ്ഞത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഡെഫിനിഷൻസും വന്നിട്ടുണ്ട് ജൂറിസ്പ്രുഡൻസിന്റെ. ഇനി ലോയുടെ ഡെഫിനിഷൻ എന്താണ്, ഇനി ലോ എന്താണെന്ന് എങ്ങനെയാണ് ഓരോ ജൂറിസ്റ്റുകളും ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ജൂറിസ്പ്രുഡൻസ് ഡിഫൈൻ ചെയ്തത് നമ്മൾ പറഞ്ഞു. ഇനി നോക്കുന്നത് ലോയുടെ ഡെഫിനിഷൻ ആണ്. ഇപ്പൊ സാൽമണ്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ലോയിനെ ഇങ്ങനെയാണ്. The term law എന്ന് പറയുന്നത് the body of principles recognized and applied by the state in the administration of justice. അതായത് ജസ്റ്റിസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് അംഗീകരിച്ച് അപ്ലൈ ചെയ്യുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ്, ഒരു കൂട്ടം പ്രിൻസിപ്പിൾസ്, ഒരു ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ്, അതിനെയാണ് ലോ എന്ന് സാൽമണ്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ സാൽമണ്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ലോയിനെ ഇങ്ങനെയാണ്. ജസ്റ്റിസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് അപ്ലൈ ചെയ്യുന്ന, സ്റ്റേറ്റ് അംഗീകരിച്ച് റെക്കഗ്നൈസ് ചെയ്ത് അപ്ലൈ ചെയ്യുന്ന ഒരു കൂട്ടം പ്രിൻസിപ്പിൾസ്, അതിനെയാണ് സാൽമണ്ട് ലോ എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഓസ്റ്റിന്റെ ഡെഫിനിഷൻ, സാൽമണ്ട് ഡെഫിനിഷൻ നോക്കേണ്ടതാണ്. ഇനി ഓസ്റ്റിന്റെ ഡെഫിനിഷൻ വരുമ്പോൾ ലോ ഈസ് ദ അഗ്രിഗേറ്റ് ഓഫ് റൂൾ സെറ്റ് ബൈ മെൻ ആസ് പൊളിറ്റിക്കലി സുപ്പീരിയർ ഓർ സോവറിൻ. ഏതെങ്കിലും പൊളിറ്റിക്കൽ സുപ്പീരിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സോവറിൻ, പരമാധികാരമുള്ള ഒരു അതോറിറ്റി സെറ്റ് ചെയ്ത് വെക്കുന്ന കുറച്ച് റൂള് ടു മെൻ, ആരോട്, അവരുടെ പൊളിറ്റിക്കലി സബ്ജക്ട്സ്, അതായത് അവരുടെ പ്രജകളായിട്ടുള്ള ജനങ്ങളോട് പറയുന്ന, പൊളിറ്റിക്കൽ അതോറിറ്റി, സോവറിൻ, പരമാധികാരമുള്ള ഒരു അതോറിറ്റി അവരുടെ പ്രജകളോട് പറയുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ്, അഗ്രിഗേറ്റ്, അതിന്റെ ഒരു കൂട്ടം ഓഫ് റൂൾസ് ആണ്. അതിനെയാണ് ലോ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ലോ എന്ന് പറയുന്നത് കമാൻഡ് ഓഫ് ദി സോവറിൻ. ഈ ഡെഫിനിഷൻ ആയിരിക്കും കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുള്ളത്. ലോ ഈസ് ദ കമാൻഡ് ഓഫ് ദി സോവറിൻ ദാറ്റ് ഇമ്പോസസ് എ ഡ്യൂട്ടി വിച്ച് ഈസ് ബാക്ക്ഡ് ബൈ ദ സാങ്ഷൻ. അപ്പൊ ലോ എന്ന് പറയുന്നത് കമാൻഡ് ഓഫ് ദി സോവറിൻ, ഒരു പരമാധികാരമുള്ള ഒരു അതോറിറ്റിയുടെ കമാൻഡ് ആണ്. അവർ പറയുന്ന ഉത്തരവുകളാണ് ആരോട്, അവരുടെ സബ്ജക്ട്സുകളോട്, പ്രജകളോട്. ആൻഡ് വിച്ച് ഇസ് ബാക്ക്ഡ് ബൈ എ സാങ്ഷൻ. അത് ചെയ്തിട്ടില്ല എങ്കിൽ, ആ റൂൾസ് അല്ലെങ്കിൽ ആ ഒരു കമാൻഡുകൾ കേട്ടിട്ടില്ല എങ്കിൽ അവിടെ എന്തുണ്ട്, ബാക്ക്ഡ് ബൈ എ സാങ്ഷൻ, ഒരു പണിഷ്മെന്റും കൂടി ഉണ്ടാകും. അതാണ്, ഒരു സാങ്ഷനും ഉണ്ടാകും. ഈ പറയുന്ന രീതിയിൽ ഒരു പൊളിറ്റിക്കൽ സുപ്പീരിയർ അല്ലെങ്കിൽ ഒരു സോവറിൻ അതോറിറ്റി, പവർ ഉള്ള ഒരു അതോറിറ്റി അവരുടെ സബ്ജക്ട്സിനോട് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു പീപ്പിളിനോട് പറയുന്ന ആ ഒരു കുറച്ച് കമാൻഡുകൾ, ഉത്തരവുകളാണ്, അവരുടെ റൂൾ ഓഫ് കണ്ടക്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് കമാൻഡ്സ് ആണ്. ആ കമാൻഡുകൾ അവിടെ ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ അതിനെ ബാക്ക് ചെയ്ത് എന്തും കൂടി ഉണ്ടാകും, ഒരു സാങ്ഷൻ. ദാറ്റ് മീൻസ് ഒരു പണിഷ്മെന്റും അവിടെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഓസ്റ്റിന്റെ ഡെഫിനിഷൻ. ലോ ഇസ് ദ കമാൻഡ് ഓഫ് ദി സോവറിൻ ആൻഡ് വിച്ച് ഈസ് ബാക്ക്ഡ് ബൈ എ സാങ്ഷൻ എന്നുള്ളത്. ഇനി അടുത്തതാണ് റോസ്കോ പൗണ്ടിന്റെ ഡെഫിനിഷൻ. അപ്പൊ റോസ്കോ പൗണ്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇങ്ങനെയാണ്. ലോ ഇസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് recognized and enforced by public and regular tribunals in the administration of justice. ജസ്റ്റിസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് റെഗുലർ ആയിട്ടുള്ള ട്രിബ്യൂണലുകളും അതോടൊപ്പം തന്നെ പബ്ലിക്കും ഒക്കെ എൻഫോഴ്സ് ചെയ്ത് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു കൂട്ടം പ്രിൻസിപ്പിൾസ്, അതിനെയാണ് ലോ എന്ന് റോസ്കോ പൗണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ലോയുടെ സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി, അതിനെയാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് റോസ്കോ പൗണ്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഡെഫിനിഷൻ റോസ്കോ പൗണ്ടിന്റെ നോക്കിയാൽ കാണാൻ പറ്റും. ജൂറിസ്പ്രുഡൻസ് ഈസ് ദ സയൻസ് ഓഫ് ലോ, testing the terms laws in judicial sense as denoting the body of tribunals recognized or enforced by the public and regular principles in the administration of justice. അപ്പൊ ലോ എന്താണെന്നുള്ള ഡെഫിനിഷൻ റോസ്കോ പൗണ്ട് ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മൾ വായിച്ചിരുന്നു. അപ്പൊ ലോയുടെ ഡെഫിനിഷൻ, അങ്ങനെയുള്ള ലോയുടെ സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി, അതാണ് എന്ത്, ജൂറിസ്പ്രുഡൻസ് എന്ന് റോസ്കോ പൗണ്ട് പറയുന്നത്. അപ്പൊ ലോയുടെ ഡെഫിനിഷൻ നോക്കി. അപ്പൊ ലോയിനെ ഈ പറയുന്ന രീതിയിൽ സയന്റിഫിക് ആയിട്ട് അങ്ങനെ പഠിക്കുന്നതിനെയാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റോസ്കോ പൗണ്ട് ലോയിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ലോയുടെ ഡെഫിനിഷൻ എന്താ, ഇറ്റ്സ് എ ബോഡി ഓഫ് പ്രിൻസിപ്പിൾ റെക്കഗ്നൈസ്ഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ പബ്ലിക്.
പബ്ലിക് റെക്കഗ്നൈസ് ചെയ്ത് അംഗീകരിച്ച് എൻഫോഴ്സ് ചെയ്യപ്പെടുന്ന കുറച്ച് പബ്ലിക്കിൽ എൻഫോഴ്സ് ചെയ്യുന്ന കുറച്ച് ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ്, അതോടൊപ്പം തന്നെ റെഗുലർ ട്രിബ്യൂണൽസും ഫോർ എന്തിനു വേണ്ടി ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി റെഗുലർ ട്രിബ്യൂണൽസും പബ്ലിക്കിലൊക്കെ എൻഫോഴ്സ് ചെയ്ത് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു കൂട്ടം പ്രിൻസിപ്പിൾസ്, അതിനെയാണ് ലോ എന്ന് റോസ്കോ പോയിന്റ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കുന്ന HLA ഹാർട്ടിന്റെ ഡെഫിനിഷനാണ് ലോയെ പറ്റി. അപ്പൊ HLA ഹാർട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹാർട്ടാണ് പറഞ്ഞിട്ടുള്ളത് പ്രൈമറി റൂൾസും സെക്കൻഡറി റൂൾസും ഉണ്ടെന്ന് ഒരു ലീഗൽ സിസ്റ്റത്തിൽ. അപ്പൊ ലോ എന്ന് പറയുന്നത് എന്താണെന്ന് HLA ഹാർട്ട് പറഞ്ഞിട്ടുള്ളത്, ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് റൂൾസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി, പ്രൈമറി ആയിട്ടുള്ളതും സെക്കൻഡറി ആയിട്ടുള്ളതും കുറച്ച് റൂൾസിന്റെ അങ്ങനെ ഒരു സിസ്റ്റമാണ് ലോ എന്ന് പറയുന്നത്. അതായത് കോമ്പിനേഷൻ, രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ, പ്രൈമറി റൂൾസും ഉണ്ട് സെക്കൻഡറി റൂൾസും ഉണ്ട്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്താണ് നേച്ചർ ഓഫ് ലോ. ആൻഡ് ഓൾസോ ഈ ഒരു കോമ്പിനേഷൻ ആണ് ജൂറിസ്പ്രുഡൻസിന് ഒരു കീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ. ആൻഡ് പ്രൈമറി റൂൾസ് എന്ന് പറയുമ്പോൾ ഡ്യൂട്ടി ഇമ്പോസിങ് റൂൾസ് ആണ്. എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് എന്ന് ഇമ്പോസ് ചെയ്ത് തരുന്ന റൂൾസിനെയാണ് നമ്മൾ പ്രൈമറി റൂൾസ് എന്ന് പറയുന്നത്. സെക്കൻഡറി റൂൾസ് എന്ന് പറയുന്നത് പവർ കൺഫർ ചെയ്ത് തരുന്നതാണ് സെക്കൻഡറി റൂൾസ്. അതായത് സെക്കൻഡറി റൂൾസ് കൺഫർ ചെയ്ത് തരുന്ന പവർ എന്ന് പറയുന്നത് വിച്ച് പ്രൊവൈഡ് ഫോർ ദ ക്രിയേഷൻ ഓർ വേരിയേഷൻ ഓഫ് ഡ്യൂട്ടീസ്. ഡ്യൂട്ടീസ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുത്താനോ ഉള്ള പവറാണ് സെക്കൻഡറി റൂൾസ് കൺഫർ ചെയ്ത് തരുന്നത്. അപ്പൊ പ്രൈമറി റൂൾസ് എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്ന റൂൾസ് ആണ്. സെക്കൻഡറി റൂൾസ് കൺഫർ ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് ക്രിയേഷൻ അല്ലെങ്കിൽ വേരിയേഷൻ ഓഫ് ഡ്യൂട്ടീസ് ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ലോ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിലാണ് നേച്ചർ ഓഫ് ലോ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ ഒരു കീ ടു ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് റൂൾസിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. അതാണ് HLA ഹാർട്ട് ലോയിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഉൽപ്പന്ന ഡെഫിനിഷൻ ആണ് ആള് ലോയെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആർട്ട് ആൻഡ് ലോ ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് വാട്ട് ഈസ് ഇക്വിറ്റബിൾ ആൻഡ് ഗുഡ്. എന്താണ് ഇക്വിറ്റബിൾ അല്ലെങ്കിൽ എന്താണ് ഗുഡ്, നല്ലത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കലയാണ് അല്ലെങ്കിൽ ഒരു സയൻസ് ആണ്, ഒരു സയന്റിഫിക് ആയിട്ടുള്ള പഠനമാണ് എന്നാണ് ലോയെ ഉൽപ്പന്ന ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ലോ ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് വാട്ട് ഈസ് ഗുഡ് ആൻഡ് ഇക്വിറ്റബിൾ. അപ്പൊ എന്താണ് ഗുഡ് അല്ലെങ്കിൽ എന്താണ് ഇക്വിറ്റബിൾ ആയിട്ടുള്ളത്, അതിന്റെ ഒരു ആർട്ട് ആൻഡ് സയൻസ്, അതിനെയാണ് ലോ എന്ന് ഉൽപ്പന്ന ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് സിസറോയുടെ ഡെഫിനിഷൻ ആണ്. സിസറോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ലോ ഈസ് ദ ഹയസ്റ്റ് റീസൺ ഇംപ്ലാന്റഡ് ഇൻ നേച്ചർ. നേച്ചറിലുള്ള ഏറ്റവും ഹയസ്റ്റ് റീസണിങ്, അതിനെയാണ് ഈ പറയുന്ന റീസണിനെയാണ് ആ ഒരു ലോ എന്ന് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റീസണിങ് ദാറ്റ് ഈസ് ഇംപ്ലാന്റഡ് ഇൻ നേച്ചർ, അതിനെയാണ് ലോ എന്ന് സിസറോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ലോ ഈസ് ദ ഹയസ്റ്റ് റീസൺ ദാറ്റ് ഈസ് ഇംപ്ലാന്റഡ് ഇൻ നേച്ചർ എന്താണോ അതാണ് ലോയെ സിസറോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി പാറ്റോന്റെ ഡെഫിനിഷൻ, പാറ്റോന്റെ ഡ്യൂഗിറ്റിനെ ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിച്ച് കാണാറില്ല, പക്ഷെ എന്നിരുന്നാലും നമുക്ക് നോക്കിപ്പോവാം. പാറ്റോന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലോ മേ ബി ഷോർട്ട്ലി ഡിസ്ക്രൈബ്ഡ് ഇൻ ടേംസ് ഓഫ് എ ലീഗൽ ഓർഡർ ടാക്ടിക്കലി ഓർ ഫോർമലി അക്സെപ്റ്റഡ് ബൈ എ കമ്മ്യൂണിറ്റി. ലോ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഫോർമലിയും ടാക്ടിക്കലിയും അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ സ്വീകരിക്കുന്ന ഒരു ലീഗൽ ഓർഡർ, അതിനെയാണ് നമ്മൾ ലോ എന്ന് പറയുന്നത് ഷോർട്ട്ലി ഡിസ്ക്രൈബ് ചെയ്ത് പറയുകയാണെങ്കിൽ പറയാൻ പറ്റുന്നത്. ലോ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി എന്താണോ ഫോർമലി അക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് ലീഗൽ ഓർഡർ, അതിനെയാണ് നമ്മൾ ലോ എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാകും, കുറെ ബോഡി ഓഫ് റൂൾസ് ഉണ്ടാകും. അത് വിച്ച് ആർ സീൻസ് ടു ഓപ്പറേറ്റ് ആസ് ബൈൻഡിങ് റൂൾസ്. അങ്ങനെയുള്ള റൂൾസ് എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് ആയിരിക്കും. ആ കമ്മ്യൂണിറ്റിയിൽ ബൈൻഡിങ് ആണെന്ന് വെച്ചാൽ ആ കമ്മ്യൂണിറ്റി അത് ദേ ആർ ബൗണ്ട് ടു ഫോളോ, അത് ഫോളോ ചെയ്യാൻ അവർ bound ആണ്. and it's backed by some mechanism accepted by the community by means of which sufficient compliance with the rules may be secured to enable the system or set of rules to continue to be seen as binding in nature. അതായത് സൊസൈറ്റിയിൽ ബൈൻഡിങ് ആയിട്ടുള്ള, സമൂഹത്തിൽ ബൈൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സമൂഹം നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട, കമ്മ്യൂണിറ്റി നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട കുറച്ച് ബൈൻഡിങ് ആയിട്ടുള്ള റൂൾസ്, അതിൻ്റെയൊക്കെ ഒരു ബോഡിയാണ്. ആ ഒരു ബോഡി ഓഫ് റൂൾസ്, ഒരു കൂട്ടം ബോഡി ഓഫ് റൂൾസ്, അത് കമ്മ്യൂണിറ്റി ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഫോർമലി. അങ്ങനെയുള്ള കുറച്ച് ബൈൻഡിങ് ആയിട്ടുള്ള ഫോർമലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് റൂൾസിന്റെ അല്ലെങ്കിൽ ഒരു ലീഗൽ ഓർഡറിന്റെ ടേംസ്, അതിനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ലോ എന്നാണ് പാറ്റേൺ പറഞ്ഞിട്ടുള്ളത്. അത് ബൈൻഡിങ് നേച്ചർ ഉണ്ടാവും, ദേ ആർ ബൗണ്ട് ടു ഫോളോ ആയിരിക്കും. ഇനി ഡ്യൂഗിറ്റിന്റെ ഡെഫിനിഷൻ, ഡ്യൂഗിറ്റ് പറയുന്നത് ലോ ഈസ് എസെൻഷ്യലി ആൻഡ് എക്സ്ക്ലൂസീവ്ലി ആറ്റ് സോഷ്യൽ ഫാക്ട്. ലോ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഫാക്റ്റ് ആണെന്നാണ്. എസെൻഷ്യൽ ആയിട്ടുള്ളതും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതും ഒരു സോഷ്യൽ ഫാക്റ്റ് ആണ് ലോ എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഡ്യൂഗിറ്റ് ആണ്.
അയാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഡ്യൂഗിറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത് ദ ഫൗണ്ടേഷൻ ഓഫ് ലോ ഈസ് ദ എസെൻഷ്യൽ റിക്വയർമെന്റ്സ് ഓഫ് കമ്മ്യൂണിറ്റീസ് ലൈഫ്. അപ്പൊ കമ്മ്യൂണിറ്റി ലൈഫ് എന്താണോ അതിന്റെ ഒരു എസെൻഷ്യൽ റിക്വയർമെന്റ് ആണ് ലോയുടെ ആ ഒരു ഫൗണ്ടേഷൻസ് ഓഫ് ലോ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ഓൺലി വെൻ മെൻ ലീവ് ടുഗദർ. അതായത് സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി ലൈഫ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ലോയ്ക്ക് ഒരു എക്സിസ്റ്റൻസ് ഉള്ളൂ. അതായത് ഒരു സോഷ്യൽ ഫാക്റ്റ് ആണ്, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ്ലി ഒരു സോഷ്യൽ ഫാക്ട് അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സോഷ്യൽ ഫാക്റ്റ് ആയിട്ട് ലോയെ പറയുന്നു, ഡിസ്ക്രൈബ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ മെൻ അവിടെ ലീവ് ടുഗദർ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഒന്നിച്ച ആളുകൾ താമസിക്കുമ്പോൾ മാത്രമേ ഈ ഒരു കമ്മ്യൂണിറ്റി ലൈഫ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ, ലോ അവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. സോ കമ്മ്യൂണിറ്റി ലൈഫിന്റെ ഒരു എസെൻഷ്യൽ റിക്വയർമെന്റ് ആണ് ലോ എന്ന് പറയുന്നത്, അതിന്റെ ഒരു ഫൗണ്ടേഷൻ ഓഫ് ലോ എന്ന് പറയുന്നു. സോ അതുകൊണ്ട് തന്നെ വെൻ മെൻ ലീവ് ടുഗദർ എന്നാൽ മാത്രമേ ഈ പറയുന്ന ലോ എവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ സോവറിൻ ഈസ് നോട്ട് അബോവ് ദ ലോ ബട്ട് ഈസ് ബിയോണ്ട് ബൈ ഇറ്റ്. അതായത് സോവറിൻ ആയിട്ടുള്ള ആ ഒരു പരമാധികാരമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്ന ലോയ്ക്ക് എബോയിലല്ല, ലോ ആയിരിക്കും എപ്പോഴും സുപ്രീം. ലോയുടെ ആ ഒരു സുപ്രീമസിയാണ് ഡുഗിറ്റ് പറയുന്നത്. ആ ലോ എന്ത് ചെയ്യണം, മസ്റ്റ് ആയിട്ടും എല്ലാവരും ഫോളോ ചെയ്യണം. ഈസ് ബൗണ്ട് ബൈ ഇറ്റ്, നിർബന്ധമായിട്ടും അത് ഫോളോ ചെയ്യാൻ ബൗണ്ട് ആണ്. ഡ്യൂഗിറ്റിന്റെ ഡെഫിനിഷനും അതാണ്. ഇപ്പൊ നമ്മൾ നോക്കിയത് ഇത്രയും എന്താണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ടേം ആൻഡ് ഓൾസോ ജൂറിസ്പ്രുഡൻസിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസും ആണ് നമ്മൾ നോക്കിയത്. ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞ ടേമിന്റെ മീനിങ് നമ്മൾ നോക്കി, അത് ഓൾസോ പിന്നെ നമ്മൾ നോക്കിയത് ആൻഡ് ഓൾസോ അതിൻ്റെ ഒപ്പം നമ്മൾ ജൂറിസ്പ്രുഡൻസിന്റെ ഡിഫറെന്റ് ഡെഫിനിഷൻസ് ഓരോ ജൂറിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള ജൂറിസ്പ്രുഡൻസിന്റെ ഡെഫിനിഷൻസ് നോക്കി. പിന്നെ നമ്മൾ പറയുന്ന ലോയെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ലോയുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസും ആണ് നോക്കിയത്. അപ്പൊ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ നിന്ന് ചോദിച്ചിട്ടില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പൊ ആ വന്നിട്ടുള്ള കുറച്ച് മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ ടേം ഗ്രണ്ണോം ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓസ്റ്റിൻ ആണോ? ഓപ്ഷൻസ് ഉണ്ട്, ഓസ്റ്റിൻ, സാൽമണ്ട്, റോസ്കോപ്പോം ആൻഡ് കെൽസൺ. ഇങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. ദ ടേം ഗ്രണ്ണോം എന്ന് പറയുന്ന ടേം അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ഓസ്റ്റിനെയാണോ, സാൽമണ്ടിനെയാണോ, റോസ്കോപ്പോണിനെയാണോ, കെൽസനെയാണോ? ഞാൻ ആൻസർ അവിടെ കെൽസൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ മനസ്സിലായി? നമ്മൾ ഓൾറെഡി ജൂറിസ്പ്രുഡൻസിന്റെ ഡെഫിനിഷൻ പഠിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കീ ഫീച്ചേഴ്സ് വെച്ച് പഠിക്കണമെന്ന്. അപ്പോൾ ആദ്യം നോക്കാം, ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ആരുടെയൊക്കെയായിരുന്നു? ഫസ്റ്റ് അവർ ഓപ്ഷൻ തന്നിട്ടുള്ളത് ഓസ്റ്റിനെയാണ്, പിന്നെ സാൽമണ്ട്, റോസ്കോപ്പൗണ്ട്, കെൽസൺ. അപ്പം നമുക്ക് ഓരോരുത്തരുടെയും ഡെഫിനിഷൻ ഒന്നും കൂടി എടുത്ത് നോക്കാം. ഓസ്റ്റിൻ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന്. ഓസ്റ്റിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഓസ്റ്റിൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ലോയിനെ പോസിറ്റീവ് ലോയുടെ ഫിലോസഫി ആയിട്ടാണ്. പോസിറ്റീവ്, അതായത് ഒരു പൊളിറ്റിക്കൽ സുപ്പീരിയർ എന്ന് പറയുന്ന ആൾ പറയുന്ന കമാൻഡ്സ്, സബ്ജക്ട്സിനോട് പറയുന്ന പോസിറ്റീവ് ലോ, അതിന്റെ ഒരു ഫിലോസഫി ആയിട്ടാണ് ഓസ്റ്റിൻ ജൂറിസ്പ്രുഡൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓസ്റ്റിൻ അല്ല ഈ ഗ്രണ്ണോം എന്ന് പറയുന്ന ആൾ ഗണ്ണോം എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് സാൽമണ്ട് ആയിരുന്നു ഓപ്ഷനിൽ. സാൽമണ്ട് എന്താ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ജൂറിസ്പ്രുഡൻസിനെ? സിവിൽ ലോയുമായി കണക്ട് ചെയ്താണ്. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സിവിൽ ലോ അതിന്റെ ഒരു സയൻസ് ആയിട്ടാണ്, സയൻസ് ഓഫ് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സിവിൽ ലോ എന്നാണ്, അല്ലെങ്കിൽ ലോ ഓഫ് ദി സ്റ്റേറ്റ് എന്നാണ് സാൽമണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ സാൽമണ്ടും അല്ല ഈ ഗ്രണ്ണോം അല്ലെങ്കിൽ ആ ഒരു ഗ്രണ്ണോം കോൺസെപ്റ്റിനെ പറ്റി പറയുന്നത്. ഇനി ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ആരായിരുന്നു? അടുത്തത് ഓപ്ഷനിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത് ആ വ്യക്തിയും വരുമോ നോക്കാം. അപ്പൊ നിങ്ങൾ നോക്കുക ആരായിരിക്കും അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. റോസ്കോപ്പൗണ്ട് ആണ്. റോസ്കോപ്പൗണ്ടും അങ്ങനെയല്ല ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. റോസ്കോപ്പൗണ്ടിന്റെ ഡെഫിനിഷനും പറയുന്നത് ലോ സൊസൈറ്റി അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ സൊസൈറ്റി അവിടെ സൊസൈറ്റിയിൽ റെക്കഗ്നൈസ് ചെയ്ത് എൻഫോഴ്സ് ചെയ്യുന്ന, പബ്ലിക്കിൽ റെക്കഗ്നൈസ് ചെയ്ത് എൻഫോഴ്സ് ചെയ്യുന്ന, ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ബോഡി ആ ഒരു ടേംസിനെയാണ് ലോ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് ജൂറിസ്പ്രുഡൻസ് എന്നാണ് റോസ്കോപ്പൗണ്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ഹാൻസ് കെൽസൺ ആണ്. ഹാൻസ് കെൽസനെയാണ് അവർ കെൽസൺ എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഹാൻസ് കെൽസൺ എന്ന് പറയുന്നത്, ഹാൻസ് കെൽസൺ ജൂറിസ്പ്രുഡൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇറ്റ്സ് സ്റ്റഡി ഓഫ് ഹയറാർക്കി ഓഫ് നോംസ്. അതായത് നോംസ്, ഓരോരോ റൂൾ ഓഫ് കണ്ടക്ട് എന്താണ്, അങ്ങനെയുള്ള റൂൾസിന്റെ ഒരു ഹയറാർക്കിയൽ ആയിട്ടുള്ള സ്റ്റഡി, ഹയറാർക്കി ഓഫ് നോംസ് ആണ് ജൂറിസ്പ്രുഡൻസ്. അതിന്റെ ഒരു സ്റ്റഡി ഓഫ് എ ഹയറാർക്കി ഓഫ് നോംസ്, ഓരോ റൂൾ ഓഫ് കണ്ടക്ടിന്റെ ഹയറാർക്കിയൽ സ്റ്റഡീനെയാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ നോംസിന്റെയും, അതായത് ഓരോ റൂൾ ഓഫ് കണ്ടക്ടിന്റെയും വാലിഡിറ്റി എങ്ങനെയായിരിക്കും? ഗ്രണ്ണോമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഇപ്പൊ ഗ്രണ്ണോം എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ആയിട്ടുള്ള നോം ഏതാണോ അതിന്റെ മുകളിലുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ ഒരു വാലിഡിറ്റി ഓരോ നോമിന്റെയും അല്ലെങ്കിൽ ഓരോ റൂൾ ഓഫ് കണ്ടക്ടിനെയും വരുന്നത്. ഇപ്പൊ ഗ്രണ്ണോം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആരുടെ ആയിരുന്നു? ഹാൻസ് കെൽസന്റെ ആണ് കോൺസെപ്റ്റ്. സോ അതാണ് അവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഹാൻസ് കെൽസൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ കെൽസൺ ഉണ്ട്. സോ കറക്റ്റ് ആൻസർ കെൽസൺ ആണ് വരുന്നത്. ദ ടേം ഗ്രണ്ണോം ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓസ്റ്റിൻ, സാൽമൺ, റോസ്കോപ്പൗണ്ട്, കെൽസൺ. നമുക്ക് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാൻ പറ്റും. കെൽസൺ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 2015 എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടേം ഗ്രണ്ണോൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് ആരുമായിട്ടാണ്? ഓസ്റ്റിൻ ആണോ,
സാൽമണ്ട് ആണോ, റോസ്കോ പൗണ്ട് ആണോ, കെൽസൺ ആണോ, ഏത് ജൂറിസ്റ്റുമായി ബന്ധപ്പെട്ടതാണെന്ന്? കെൽസണുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്തത് അക്കോർഡിംഗ് ടു ജോൺ ഓസ്റ്റിൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ജോൺ ഓസ്റ്റിൻ ദ സബ്ജക്ട് മാറ്റർ ഓഫ് ജൂറിസ്പ്രുഡൻസ് ഈസ് ഡാഷ് ലോ. അങ്ങനെയാണ് നിൽക്കുന്നത്. ഫില്ല് ചെയ്യാൻ തന്നിരിക്കുകയാണ്, ഫില്ല് ചെയ്യാനായിട്ട് ഡാഷ് ലോ തന്നിരിക്കുകയാണ്. ഓക്കെ, ഫില്ല് ചെയ്യാനായിട്ട് ആ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ജോൺ ഓസ്റ്റിൻ, ജോൺ ഓസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ജൂറിസ്പ്രുഡൻസിന്റെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് ഓപ്ഷൻസ് ഉണ്ട്. പോസിറ്റീവ് ലോ ആണോ, നെഗറ്റീവ് ലോ ആണോ, ബോത്ത് എ ആൻഡ് ബി, അതായത് പോസിറ്റീവ് ലോയും വരും നെഗറ്റീവ് ലോയും വരും, അതല്ല ഇത് രണ്ടുമല്ല. ഏതാണ്? ഇനി വല്ല മെറ്റാഫിസിക്കൽ ഫാക്ടർ ആണോ, ഏതാണ് വരുന്നത് ജൂറിസ്പ്രുഡൻസിന്റെ സബ്ജക്ട് മാറ്റർ ആയിട്ട് ജോൺ ഓസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം? അപ്പൊ അതാണ് ജോൺ ഓസ്റ്റിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കുക. ജൂറിസ്പ്രുഡൻസിനെ സംബന്ധിച്ച് ജോൺ ഓസ്റ്റിൻ എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് എടുത്ത് നോക്കാം നമുക്ക്. എന്താ ജൂറിസ്പ്രുഡൻസിനെ സംബന്ധിച്ച്? നിങ്ങൾക്ക് ആൻസർ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും മനസ്സിൽ. ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പോസിറ്റീവ് ലോ എന്നുള്ളത്. അപ്പൊ ജൂറിസ്പ്രുഡൻസിനെ ഓസ്റ്റിൻ പറഞ്ഞിട്ടുള്ളത് ഫിലോസഫി ഓഫ് പോസിറ്റീവ് ലോ എന്നാണ്. ഓസ്റ്റിൻ അങ്ങനെയല്ലേ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ജൂറിസ്പ്രുഡൻസ് ആസ് ദ ഫിലോസഫി ഓഫ് പോസിറ്റീവ് ലോ എന്നാണ്. അപ്പൊ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ഓസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ലോ ആണ്, അതല്ലാതെ നെഗറ്റീവ് ലോയോ അതിന്റെ ഒരു കോമ്പിനേഷനോ അല്ല. റൈറ്റ് ആൻസർ വരുന്നത് അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ലോ ആണ്. അക്കോർഡിംഗ് ടു ജോൺ ഓസ്റ്റിൻ ദ സബ്ജക്ട് മാറ്റർ ഓഫ് ജൂറിസ്പ്രുഡൻസ് ഈസ് പോസിറ്റീവ് ലോ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഹു ഡിഫൈൻ ജൂറിസ്പ്രുഡൻസ് ആസ് ദ ഫിലോസഫി ഓഫ് പോസിറ്റീവ് ലോ? പോസിറ്റീവ് ലോയുടെ ഫിലോസഫി എന്ന രീതിയിൽ ജൂറിസ്പ്രുഡൻസിനെ ഡിഫൈൻ ചെയ്തത് ആരാണ്? ഇതിൽ നമുക്ക് ഒരു ഡൗട്ടും ഇല്ല. ഓസ്റ്റിൻ, ഹോളണ്ട്, സാൽമൺ, കീറ്റോൺ. ഇത്രയും തന്നിട്ടുണ്ട് ഡെഫിനിഷൻ ഓപ്ഷൻസ്. അതിൽ റൈറ്റ് ആൻസർ വരുന്നത് ഓസ്റ്റിൻ ആണ്. കാരണം നമ്മൾ കുറച്ചു മുമ്പ് നോക്കി പോസിറ്റീവ് ലോയുടെ ഫിലോസഫി ആയിട്ട് ജൂറിസ്പ്രുഡൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു വ്യക്തി അവരുടെ സബ്ജക്ട്സിനോട് കമാൻഡ് ചെയ്യുന്ന കുറച്ച് അവരുടെ റൂൾ ഓഫ് കണ്ടക്ട് എങ്ങനെയാണെന്ന് റെഗുലേറ്റ് ചെയ്യാൻ പറയുന്ന കുറച്ച് കമാൻഡുകളെയാണ് എന്ത് ഈ ഒരു ഓസ്റ്റിൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ജൂറിസ്പ്രുഡൻസ് ആയിട്ട്. അതാണ് ലോ എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫിലോസഫി ഓഫ് പോസിറ്റീവ് ലോ എന്ന് ജൂറിസ്പ്രുഡൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഓസ്റ്റിൻ ആണ്. റൈറ്റ് ആൻസർ. അപ്പോൾ ഓസ്റ്റിൻ, അതുപോലെ തന്നെ ഹോളണ്ട്, സാൽമണ്ട്, ഇവരുടെയൊക്കെ ഡെഫിനിഷൻസ് ആണ്. കെൽസൺ മെയിൻ ആയിട്ട് നമുക്ക് ചോദിക്കാറ്. സിസറോ, അലൻ, അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനു മുമ്പ് പ്രീവിയസ് ഇയറിലൊന്നും വന്നിട്ടില്ല. കുറച്ച് ഈ ഡെഫിനിഷൻ പാർട്ടിൽ നിന്ന് തന്നെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും നമ്മൾ ഓരോ ഡെഫിനിഷനിലെയും കീ പോയിന്റ്സ് പഠിച്ചു പോവുക. അക്കോർഡിംഗ് ടു ലോ, അടുത്തത് അക്കോർഡിംഗ് ടു ഫില്ല് ചെയ്യാൻ തന്നിരിക്കുകയാണ്, ഡാഷ് തന്നിട്ടുണ്ട്. ലോ മേ ബി ഡിഫൈൻഡ്, ആരെ സംബന്ധിച്ചാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അക്കോർഡിംഗ് ടു ആരാണ്? അവിടുത്തെ ജൂറിസ്റ്റിന്റെ പേര് എഴുതണം നമ്മൾ, ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. ലോ മേ ബി ഡിഫൈൻഡ് ആസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് recognized and applied by the state in the administration of justice. അപ്പൊ ലോയുടെ ഡെഫിനിഷൻ ആണ് ചോദിച്ചിട്ടില്ലേ. ലോയുടെ നമ്മൾ ഡെഫിനിഷൻസ് പഠിച്ചു. ലോ എന്ന് പറയുന്നത് ഒരു ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് ആണ്. അതെങ്ങനെയാണ്? സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിന് വേണ്ടിയിട്ട് റെക്കഗ്നൈസ് ചെയ്ത് അംഗീകരിച്ച് അപ്ലൈ ചെയ്യുന്ന ഒരു കൂട്ടം പ്രിൻസിപ്പിൾസ് ആണ് ലോ എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷൻ സാൽമണ്ടിന്റെ ഡെഫിനിഷനാണ്. ഗ്രേയോ, ഓസ്റ്റിനോ, അല്ലെങ്കിൽ സാൽമണ്ടോ, ജസ്റ്റിസ് കാർഡോസോ, ഇത്രയാണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. ഇത് ഞാൻ മാർക്ക് ചെയ്തപ്പോൾ ജസ്റ്റിസ് കാർഡോസോ അറിയാതെ റെഡിങ് ആയി വന്നതാണ്. സാൽമണ്ട് ആണ് റൈറ്റ് ആൻസർ. സാൽമണ്ട് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഗ്രേ, ഓസ്റ്റിൻ, സാൽമണ്ട്, ജസ്റ്റിസ് കാർഡോസോ തന്നിട്ടുള്ളത്. അക്കോർഡിംഗ് ടു സാൽമണ്ട് ആണ് ലോ മേ ബി ഡിഫൈൻ ചെയ്യുന്നത് ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ ആ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ്? ആ കൂട്ടം പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ് ചെയ്ത് അംഗീകരിച്ച് അപ്ലൈ ചെയ്യുന്നതാണ് സ്റ്റേറ്റ് ജസ്റ്റിസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിൽ. നമുക്ക് ഒന്നുകൂടി നോക്കാം സാൽമണ്ടിന്റെ ഡെഫിനിഷൻ ഇത് തന്നെയല്ലേ എന്ന്. അല്ലേ? സാൽമണ്ട് പറഞ്ഞിട്ടുണ്ട് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് അപ്ലൈഡ് ബൈ ദ സ്റ്റേറ്റ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ലോ എന്ന് പറയുന്ന ഒരു കൂട്ടം പ്രിൻസിപ്പിൾസ് ആണ്, അത് റെക്കഗ്നൈസ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതാണ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിൽ. കറക്റ്റ് ആൻസർ ആണത്. അപ്പോൾ സാൽമണ്ട് ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഹു ഡിഫൈൻ ജൂറിസ്പ്രുഡൻസ് ആസ് ദ ഫോർമൽ സയൻസ് ഓഫ് പോസിറ്റീവ് ലോ? ഫോർമൽ സയൻസ് ഓഫ് പോസിറ്റീവ് ലോ എന്ന് പറഞ്ഞ് പോസിറ്റീവ് ലോ എന്ന് കാണുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഓസ്റ്റിനെ ഓർക്കും. പക്ഷെ ഞാൻ പറഞ്ഞു ഫോർമൽ സയൻസ് ഓഫ് പോസിറ്റീവ് ലോ എന്ന് കാണുമ്പോൾ ആരാണ് ആ ഫോർമൽ സയൻസ് ഓഫ് പോസിറ്റീവ് ലോ എന്ന് പറയുമ്പോൾ കീവേഡ് ഹോളണ്ട് ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓസ്റ്റിൻ, സാൽമണ്ട്, ഹോളണ്ട്, ഗ്രേ, നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഓസ്റ്റിന്റെ ഡെഫിനിഷൻ ഓസ്റ്റിനും ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. സോ പോസിറ്റീവ് ലോ എന്ന് കാണുമ്പോൾ ചാടിക്കേറി ഓസ്റ്റിൻ ആണെന്ന് ഓർക്കരുത്. ഫോർമൽ സയൻസ് ഓഫ് പോസിറ്റീവ് ലോ എന്ന് ജൂറിസ്പ്രുഡൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഹോളണ്ട് ആണ്. സോ ഓസ്റ്റിൻ, സാൽമൺ, ഹോളണ്ട്, ഗ്രേ 4 ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. അതിൽ ജൂറിസ്പ്രുഡൻസിനെ ഫോർമൽ സയൻസ് ഓഫ് പോസിറ്റീവ് ലോ എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഹോളണ്ട് ആണ്. നമുക്ക് ഒന്നുകൂടി നോക്കാം ഒരു ടോപ്പിക് അവിടെ കറക്റ്റ് അല്ലേ എന്ന് നോക്കൂ.
ഹോളണ്ട് എന്ന് പറയുന്നത്? സർ തോമസ് ഹോളണ്ട് ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ജൂറിസ്പ്രുഡൻസിനെ ഫോർമൽ സയൻസ് ഓഫ് പോസിറ്റീവ് ലോ. പോസിറ്റീവ് ലോയുടെ ഫോർമൽ സയൻസ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ള ജൂറിസ്പ്രുഡൻസിനെ ഹോളണ്ട് ആണ്. ഓസ്റ്റിൻ അല്ല, ഓസ്റ്റിൻ ഫിലോസഫി ഓഫ് പോസിറ്റീവ് ലോ ആണ്. മാറിപ്പോതെ കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, the word jurisprudence is derived from the Latin word jurisprudentia. ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ള ലാറ്റിൻ വേർഡായ ജൂറിസ്പ്രുഡൻഷ്യയിൽ നിന്നാണ്. അതിന്റെ മീനിങ് എന്താണ്? വിച്ച് മീൻസ് സ്റ്റഡി ഓഫ് ലോ, ഒറിജിൻ ഓഫ് ലോ. ഓപ്ഷൻസ് ആണ് ദ സ്റ്റഡി ഓഫ് ലോ, ഒറിജിൻ ഓഫ് ലോ, നോളജ് ഓഫ് ലോ, കസ്റ്റം ഓഫ് ലോ. റൈറ്റ് ആൻസർ നോളജ് ഓഫ് ലോ ആണ്. ദ വേർഡ് ജൂറിസ്പ്രുഡൻസ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ജൂറിസ്പ്രുഡൻഷ്യയിൽ നിന്നാണ്. അതിന്റെ മീനിങ് നോളജ് ഓഫ് ലോ അല്ലെങ്കിൽ സ്കിൽ ഓഫ് ലോ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. സോ അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ആദ്യമേ തന്നെ ജൂറിസ്പ്രുഡൻസിന്റെ മീനിങ് പറഞ്ഞു, ലീഗൽ കോൺസെപ്റ്റിനെ പറ്റി അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്ത് പഠിക്കുന്നതിനെയാണ്. അപ്പോൾ ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞ വേർഡ് ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ജൂറിസ്പ്രുഡൻഷ്യ എന്ന് പറയുന്ന ആ ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന്. അപ്പോൾ ജൂറിസ്പ്രുഡൻഷ്യയെ തന്നെ നമ്മൾ രണ്ടായിട്ട് പറഞ്ഞു. ജൂറിസ് എന്ന് പറയുന്നത് ലോ എന്നും പ്രുഡൻഷ്യ എന്ന് പറയുന്നത് നോളജ് അല്ലെങ്കിൽ ഒരു സ്കില്ല് എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ജൂറിസ്പ്രുഡൻഷ്യ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്ന് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന വേർഡ് വന്നു, വിച്ച് മീൻസ് നോളജ് ഓഫ് ലോ അല്ലെങ്കിൽ സ്കിൽ ഓഫ് ലോ. ജൂറിസ് എന്ന് പറഞ്ഞാൽ ലോ, പ്രുഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ നോളജ് അല്ലെങ്കിൽ സ്കില്ല്. അപ്പോൾ ജൂറിസ്പ്രുഡൻസ് വിച്ച് മീൻസ് നോളജ് ഓഫ് ലോ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. സ്റ്റഡി ഓഫ് ലോ, ലോജിക്കൽ ആയിട്ടുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള മാനറിൽ ലോയെ പറ്റി പഠിക്കുന്നു, അതിനെയാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് നോക്കേണ്ടത് ഓസ്റ്റിൻ്റെ ഡെഫിനിഷൻ നോക്കുക, ഹോളണ്ടിന്റെ ഡെഫിനിഷൻ നോക്കുക, സാൽമണ്ട് അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഡെഫിനിഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജൂറിസ്പ്രുഡൻസിന്റെ നോക്കേണ്ടത്. അതോടൊപ്പം തന്നെ ലോയുടെ ഡെഫിനിഷൻസും കൂടി നോക്കി പോവുക. സാൽമണ്ടൊക്കെ എന്താണ് ലോയെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന്. ആൻഡ് ഓൾസോ കെൽസന്റെ ഡെഫിനിഷൻ ഗ്രണ്ടോം വന്നത്. ഇത്രയും ഒരു ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പാർട്ടിൽ നിന്നും വന്ന് കാണുന്നത്. കൂടുതലും ഓസ്റ്റിൻ, സാൽമണ്ട് അവരെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള ജൂറിസ്റ്റുകളെ കോൺസെൻട്രേറ്റ് ചെയ്താണ് വന്നിട്ടുള്ളത്. എന്നിരുന്നാലും മറ്റുള്ളവരുടെയും കൂടി കീ ആയിട്ട് അവർ പറയുന്ന ഡെഫിനിഷന്റെ കീ പോയിന്റുകളും കൂടി നോക്കി പോവാം. സോ താങ്ക് യു. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം.